ശരിയായി കൊടുക്കും. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സമാദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ ആദരണീയനായ പ്രസിഡന്റും പണ്ഡിതനുമായ PN അബ്ദുൽ ലത്തീഫ് മദനി, വേദിയിലുള്ള ഇസ്ലാഹി സെന്ററിന്റെ മറ്റു സമാദരണീയരായ സംഘാടകരെ, പ്രസ്ഥാന നേതാക്കന്മാരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഈ പ്രഭാഷണം അടുത്തുനിന്നും അകലമെന്നും ബൈലക്സിലൂടെയുമൊക്കെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ സന്നിഹിതരാകാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പരിപാടികളിൽ വന്നു ചേരാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം, വിവരം ലഭിച്ചതുകൊണ്ട് മാത്രം എത്തിച്ചേരാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അതിന് അല്ലാഹുവിന്റെ തൗഫീക്ക് ഉണ്ടായേ തീരൂ. പരിപാടിയുടെ വിവരമറിയുമ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചുവെങ്കിലും അതിന് ശരീരം കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് നമുക്ക് വന്നു ചേരാൻ സാധിക്കുകയില്ല. ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ടും ഒഴിവുവേള കൊണ്ടുമൊക്കെ നമ്മൾ അനുഗ്രഹീതരായിട്ടും ഇങ്ങനെ ഒരു സമ്മേളനമുണ്ട് എന്ന് കേട്ടത് എന്ന വിവരമറിഞ്ഞിട്ടും അത് മാത്രം വരാൻ നമുക്ക് സാധിക്കാനുള്ള കാരണങ്ങളല്ല. മറിച്ച് ഇങ്ങനെ ഒരു പരിപാടി കേൾക്കണം, പോകണം എന്ന് മനസ്സിൽ തോന്നുക എന്നതുകൂടെ വളരെ പ്രധാനമാണ്.
കാരണം ആ തോന്നിക്കൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. നമ്മെ നന്മയിലേക്ക് നയിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത്തരം സംഗമങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു തൗഫീഖ് ഇട്ടുതരികയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വേദിയിൽ, ഈ സദസ്സിൽ, ഈ സമയത്തിലും സന്ദർഭത്തിലും എത്തിച്ചേരാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചു എന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇതുപോലെയുള്ള സദസ്സുകളിൽ 2-3 മനോഭാവത്തോടുകൂടി ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രവിക്കുമെന്ന് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ 2 രൂപവും നാം തള്ളിക്കളയേണ്ട ശൈലികളാണ്. ഒരു രീതി മാത്രമേ വിശ്വാസികൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു ശൈലി, ഇത്തരം സദസ്സുകളിൽ നമ്മൾ പ്രഭാഷണങ്ങൾ ശ്രവിക്കും, അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കും. പക്ഷെ ആ കേൾക്കുന്നത് നമ്മുടെ 2 ചെവിയും അടച്ചു പിടിച്ചുകൊണ്ടാണെങ്കിൽ, ചെവിയിൽ എന്തെങ്കിലും വസ്തുക്കൾ വെച്ചുകൊണ്ടാണെങ്കിൽ നമ്മുടെ ശരീരം ഇവിടെ ഉണ്ടാകും. പക്ഷേ എന്താണ് ഇവിടെ പറയുന്നത് എന്ന് ഒന്നും നമുക്ക് കേൾക്കുകയില്ല. ഇതുപോലെ ഉത്ബോധനത്തിന്റെ, ഉപദേശത്തിന്റെ സദസ്സുകളിൽ ഇരിക്കുന്നവരുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദനൈഹി വഖറാ. ചെവിയിലെന്തോ അടപ്പിട്ട് അടച്ചവരെ പോലെ അത്തരം ആളുകൾ ഇരിക്കുമെന്നാണ്. അവർക്ക് നിന്ദികരമായ ശിക്ഷയുണ്ടെന്നാണ് സൂറത്തുൽ ലുഖ്മാനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മിൽ ആരും തന്നെ അത്തരം ഒരു അവസ്ഥയിൽ ഉൾപ്പെടാൻ പാടില്ല. കാതുകൾ തുറന്നുവെച്ച് മനസ്സുകൾ ഇവിടെ സാന്നിധ്യമുണ്ടായിക്കൊണ്ട് ഈ പ്രഭാഷണം ശ്രവിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു രീതി, കേൾക്കും, ചെവിയിൽ അടപ്പില്ലാതെ കേൾക്കും. ആ കേട്ട കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾക്ക്, അഥവാ നമുക്ക് ഇഷ്ടമുള്ള, താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയും എന്നാൽ ജീവിതത്തിൽ പകർത്താൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരുത്താൻ അനിവാര്യമായി നാം നിർവഹിക്കേണ്ട ചില കാര്യങ്ങൾ ബോധപൂർവം മാറ്റിവെക്കുകയും ചില വേളകളിലൊക്കെ എന്തുകൊണ്ട് നീ അത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ അങ്ങ് പരിഹസിച്ചൊക്കെ തള്ളിക്കളയുകയും ചെയ്യുന്ന വേറൊരു വിഭാഗം. വഇദാ അലിമ മിൻ ആയാതിനാ ശൈആ തഖദഹാ ഹുസ്വാ. അവരറിയും ചില കാര്യങ്ങൾ, ആ ആയത്തുകളൊക്കെ അവരറിയും, പഠിക്കും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ നിസ്സാരമാക്കി പരിഹസിച്ചങ്ങ് തള്ളിക്കളയുകയും ചെയ്യും. ആ രണ്ടാമത്തെ വിഭാഗത്തിലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ കലാമ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് എന്ന് സാധിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാകുന്നത്, മുത്തഖിയാകുന്നത്, വിശ്വാസിയാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ രീതിയും അത്തരം ഒരവസ്ഥയും നമുക്കുണ്ടാവരുത്. മൂന്നാമത്തെ രീതി ഏതാണ്? അവരാണ് യഥാർത്ഥത്തിൽ മുത്തഖികൾ. അതാണ് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ രീതി. അതാണ് വിശ്വാസികളുടെ സ്വഭാവം. അതാണ് ഈ സമയത്തും ഏത് സന്ദർഭങ്ങളിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു പ്രഭാഷണത്തിന്റെ വേദിയിലേക്ക്, സദസ്സിലേക്ക് വരുമ്പോൾ, അള്ളാഹുവിന്റെ കലാം ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സദസ്സിൽ സന്നിഹിതരാകുമ്പോൾ അവിടെ വരുന്നത് പോലെയല്ല അവർ തിരിച്ചു പോവുക. തിരിച്ചു പോകുമ്പോൾ പുതിയ തീരുമാനങ്ങളുമായി അവർക്ക് തിരിച്ചു പോകാൻ കഴിയും. ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത നന്മകളുണ്ടെങ്കിൽ ആ നന്മകൾ അറിയുമ്പോൾ അതതുപോലെ ജീവിതത്തിൽ പകർത്താനുള്ള തീരുമാനം. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ, അതാ ഞാനാ ചെയ്യുന്നത് തെറ്റാണല്ലോ, ഇന്നലെ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, അത് മതപരമായി ഇന്ന രീതിയിൽ ശിക്ഷ ലഭിക്കുന്നതാണല്ലോ, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞാനിത് ചെയ്യില്ല, ആ ചെയ്തതിന് പടച്ചതമ്പുരാനോട് ഞാൻ തൗബ ചെയ്ത് മടങ്ങും എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ ചില തീരുമാനങ്ങളുമായി പോവുക. അതാണ് സാദതുഹും ഈമാന,
ഈമാൻ വർദ്ധിപ്പിച്ചു തരും, വർദ്ധിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു സദസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ആ സദസ്സിലേക്ക് വന്നതുപോലെ അങ്ങനല്ല നമ്മൾ തിരിച്ചു പോകേണ്ടത്. അതിൽ നിന്ന് നന്മകൾ പരമാവധി സ്വീകരിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് തിരിച്ചു പോകുന്ന നല്ല മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മതം സുരക്ഷയ്ക്ക് വിമോചനത്തിന് എന്ന സവിശേഷമായ ഒരു ക്യാമ്പയിനിന്റെ സമാപന സമ്മേളനത്തിലാണ് നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് വളരെ ഗംഭീരമായ പ്രോഗ്രാമോടുകൂടി ആരംഭിച്ച് നാം പ്ലാൻ ചെയ്ത ഒരുപാട് പദ്ധതികൾ നടപ്പിൽ വരുത്തി അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സമാപനമല്ല, ഇതൊരു തുടക്കമല്ല, ഇതൊരൊടുക്കവുമല്ല, ഇതൊരു തുടർച്ചയാണ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഇതുവരെ നമ്മൾ ചെയ്ത ആ പ്രവർത്തനങ്ങളുടെ ഒരു നല്ല ശുഭ പര്യവസാനം. അതാണിതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ, ഒരു പേപ്പറും ഒരു പേനയും നമ്മുടെ കയ്യിൽ തന്നു ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നാം എന്തൊക്കെ ലിസ്റ്റ് ചെയ്യും? കുറച്ചുകൂടെ നിർദ്ദേശം കൃത്യമായി പറഞ്ഞു. നിങ്ങൾ പ്രധാനപ്പെട്ട 10 പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതണം. ഇന്ന് ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് തുടങ്ങുക? 10 പ്രശ്നങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം എഴുതുന്നത് എന്തായിരിക്കും? എന്താണ് ആദ്യം നമ്മൾ അതിന്റെ പ്രിഫറൻസിന്റെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ എഴുതുന്നത് എന്തായിരിക്കും? നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഒരു ഭാഗത്ത് സുഭിക്ഷതയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് പട്ടിണിയുടെ പേരിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതങ്ങൾ ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമാധാനത്തോടുകൂടി സുരക്ഷിതത്വബോധത്തോടുകൂടി നീങ്ങുന്നതിന് പകരം, എണീക്കുന്നതിന് പകരം വായുമുനയിലേക്കും കുന്തമുനയിലേക്കും പീരങ്കിയുടെ മുന്നിലേക്കും ഉണർന്നെഴുന്നേൽക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. അതെ, പട്ടിണിയുണ്ട്, ഇവിടെ യുദ്ധമുണ്ട്, അതുപോലെയുള്ള അനവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, മൊത്തത്തിൽ ഇന്ന് ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം എന്നെനിക്ക് തോന്നുന്നു. ആധുനിക മനുഷ്യൻ, ആധുനിക ലോകം ഇന്ന് നിമിഷങ്ങളോളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെയുള്ള സൗകര്യമല്ല നാം ഉച്ചക്ക് അനുഭവിക്കുന്നത്. ഉച്ചക്ക് അനുഭവിക്കുന്നത് അല്ല വൈകുന്നേരം നമ്മൾ കണ്ടറിയുന്നത്. വൈകുന്നേരം വാങ്ങിയ ഫോണല്ല പിറ്റേ ദിവസം രാവിലെ നാം വിപണിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുദിനം മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഓടിത്തളരുകയാണ് മനുഷ്യൻ. വസ്ത്രങ്ങളാവട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള സാധന സാമഗ്രികളാവട്ടെ, ഏത് നമ്മൾ വാങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അതിനേക്കാളും സൗകര്യമുള്ള, അതിനേക്കാളും ഉപയോഗപ്രദമായ ഒരുപാട് ഉപകരണങ്ങൾ വിപണിയിൽ പുതുതായി കടന്നു വരികയാണ്. നാം വാങ്ങിയതാണ്, നാം ഉണ്ടാക്കിയതാണ്, നാം കണ്ടെത്തിയതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എങ്കിലും അതിന്റെയും അപ്പുറം സൗകര്യമുള്ളത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ലോകം ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുള്ളത്, ഈ ലോകം വികസിക്കുന്നതോടൊപ്പം, ആധുനിക മനുഷ്യന്റെ ഈ ലോകം വികസിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ മനസ്സും യഥാർത്ഥത്തിൽ വികസിക്കേണ്ടതാണ്. എന്നാൽ സംഭവിക്കുന്നത് എന്താണ് എല്ലാവർക്കും അറിയാം. ലോകം എത്രത്തോളം വേഗത്തിൽ വികസിക്കുന്നുവോ അതേ വേഗതയിൽ നമ്മുടെ മനസ്സ്, ആധുനിക മനുഷ്യന്റെ മനസ്സ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശാല മനസ്സും അതുപോലെ തന്നെ ഒരു മനുഷ്യത്വവും ഇന്ന് ആളുകളിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നഗരം മുഴുവൻ, ഈ കുവൈത്ത് സിറ്റി മുഴുവൻ
ഒരൊറ്റ ലൈറ്റ് കൊണ്ട് വേണമെങ്കിൽ പ്രകാശിപ്പിക്കാൻ, പ്രകാശപൂരിതമാക്കാനുള്ള സംവിധാനങ്ങൾ, ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഇന്ന് നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ ലൈറ്റുകൾ കണ്ടെത്തിയ മനുഷ്യന് തന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സാധാരണക്കാരന്റെ, ദരിദ്രന്റെ പ്രശ്നങ്ങൾ കാണുവാനുള്ള കാഴ്ച ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാനുള്ള സംവിധാനം ഇന്നുണ്ട്. ഇതാ എന്റെ സംസാരം ലോകത്തെവിടെയും ആളുകൾക്ക് കേൾക്കാൻ ഇന്ന് സാധിക്കുന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും കണ്ടെത്തുകയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന് തന്നെ സ്വന്തം തൊട്ടടുത്തുള്ള, സ്വന്തം വീട്ടിലുള്ള ഉമ്മയുടെ സൗണ്ട്, ഉമ്മയുടെ ശബ്ദം, ഉമ്മയുടെ പരാതി ഇന്ന് കേൾക്കാൻ അവൻ അശക്തനാണ്. അവന്റെ ഭാര്യയുടെ പരിഭവം കേൾക്കാൻ അവന് സമയമില്ല. അതേ തൊട്ടടുത്ത അയൽവാസി അനുഭവിക്കുന്ന പ്രയാസം കേൾക്കാൻ അവന് ഇത്രയും ഉച്ചഭാഷിണികൾ ഉണ്ടായിട്ടും അത് കണ്ടുപിടിച്ചിട്ടും ആ വിഷമങ്ങൾ അറിയുവാൻ അവന് സാധിക്കുന്നില്ല. അതെ, ആളുകൾ, സമൂഹം എല്ലാം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ആ കണ്ടെത്തുന്ന മനുഷ്യന് ഒരിക്കലും തന്നെ തന്റെ തൊട്ടുമുമ്പിലുള്ള വേദനകളും തന്റെ തൊട്ടുമുമ്പിലുള്ള പ്രശ്നങ്ങളും കേൾക്കുവാനും കാണുവാനുമുള്ള കാത്, ശക്തി, ശേഷി കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മെ ഓരോരുത്തരെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ സുഹൃത്തുക്കളെ സൂചിപ്പിച്ചത്, ലോകം വികസിക്കുമ്പോഴും ഇന്ന് മനുഷ്യൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഈ സൗകര്യങ്ങളെല്ലാം? എന്തിനാണ് ഈ ലോകത്ത് ഈ സംവിധാനങ്ങളെല്ലാം? ഇതെല്ലാം മനുഷ്യന് സ്വൈരവും സമാധാനവും സ്വസ്ഥതയുമുള്ള നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അത് മാത്രം ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാ രംഗത്തും ഇന്ന് സാംസ്കാരികമായ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 വയസ്സുകാരൻ 4.5 വയസ്സുകാരനെ പീഡിപ്പിച്ച് മരപ്പൊത്തിൽ വെച്ചിരിക്കുന്നുവെന്ന് ഒരു വാർത്തയല്ല, സമാനമായ ഒട്ടനേകം വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. 9 വയസ്സുകാരൻ 3.5 വയസ്സുകാരിയെ കുളക്കടവിൽ പീഡിപ്പിച്ച് കൊല ചെയ്തിരിക്കുന്നു എന്നതും ഇതിന്റെ ആവർത്തനം തന്നെയാണ്. വാഹനാപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ആ വാഹനാപകടങ്ങളുടെ സുപ്രധാനമായ കാരണമായി ഇന്ന് വിലയിരുത്തപ്പെട്ടത് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ബൈക്കുകളാണ് എന്നാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അടുത്ത് നടന്ന ഒരു കണക്ക് പ്രകാരം, മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം, രാത്രിയുള്ള ആ ബൈക്കുകളിലുള്ള ഓട്ടമാണ് പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ കോളേജിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ മിക്ക ആളുകളും, മിക്ക വിദ്യാർത്ഥികളും, മിക്ക യുവാക്കളും മദ്യത്തിന് അടിമയായിട്ടുള്ളതാണ്. മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ചിട്ടുള്ളത് എന്നാണ്. അതെ, മദ്യം സകല തിന്മയുടെയും മാതാവായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർത്തിക്ക് വലയെറിഞ്ഞുകൊണ്ട് ആളുകളുടെ പണം കീശയിലാക്കുന്നതിന് വേണ്ടി, അതുപോലെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കമ്പനികൾ മാറി മാറി രംഗം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്യം എന്ന് പറയുന്നത് ഇന്ന് മാന്യതയുടെ ഒരു മാനദണ്ഡമായി മാറിയിരിക്കുന്നു. അതായത് വിവാഹത്തിന്റെ തലേന്ന് രാത്രി പൊട്ടിക്കുന്ന ആ കുപ്പിയുടെ ബ്രാൻഡ് എന്താണോ അതാണ് ആ വിവാഹത്തിന്റെ പകിട്ടും പ്രൗഢിയും നൽകുന്നത് എന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ പല രംഗങ്ങളിലും ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതോ ഒരാള് ഈ അടുത്ത് പത്രത്തിലൂടെ എഴുതിവിട്ടല്ലോ, കേരളത്തിലുള്ള യുവാക്കളും വിദ്യാർത്ഥികളും ഇന്ന് വെയിലുകൊള്ളുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ്. പ്രധാനമായും വെയിലുകൊള്ളുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ്. ഒന്ന്, അവർ മദ്യഷാപ്പിന് മുൻപിൽ ക്യൂ നിൽക്കുന്നതിന് വേണ്ടിയാണ്. അത്രയും മദ്യഷാപ്പിന് മുമ്പിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഹർത്താൽ ദിവസങ്ങളിൽ, ഒഴിവുള്ള ദിവസങ്ങളിലെല്ലാം നീളമുള്ള വരികൾ കാണും. മുമ്പ് ഒരു MLA ഒരു മദ്യവിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരികയാണ്. മുമ്പ് കാലത്തൊക്കെ മദ്യപിക്കുന്നതിന് വേണ്ടി, അതിന് മദ്യം വാങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളെ കാണുമ്പോൾ പേപ്പറൊക്കെ ഒന്ന് മറച്ചു പിടിച്ച് ഞാനിവിടെ നിൽക്കുന്നത് ആരും കാണേണ്ടതില്ല എന്ന രൂപത്തിൽ ഒരു സ്വകാര്യതയുണ്ടായിരുന്നുവെന്നാണ്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ആ ക്യൂ നിൽക്കുന്ന ആളുകൾ, ഒരു പരിചയക്കാരൻ റോട്ടിലൂടെ നടന്നു പോകുന്നത് കാണുമ്പോൾ ഇയാളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും വിളിച്ചന്വേഷിക്കും,
എവിടേക്കാണ് എന്ന് ചോദിച്ചുകൊണ്ട് വല്ല മാവേലി സ്റ്റോറിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി ക്യൂ നിൽക്കുന്നത് പോലെ മദ്യശാലയിലും ക്യൂ നിൽക്കുന്ന യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ അവർ തെറ്റാണെന്ന് തന്നെ തോന്നാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുണ്ട് എന്നതാണ്. മറ്റൊന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാണ്. അതാണ് വെയിലത്ത് നിൽക്കുന്ന വേറെ ഒരു പരിപാടി. അല്ലാതെ കഠിനാധ്വാനമുള്ള കഠിനമായ ജോലികൾ നിർവഹിക്കാൻ അത് കേരളത്തിന് പുറത്തുനിന്ന് ആളുകൾ വരേണ്ടതുണ്ട്. അത് ബംഗാളിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഉള്ള ആളുകളാണ് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യുവാക്കൾ, യുവജനങ്ങൾ ഇത്തരം അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്നാൽ ഈ തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ അവിടെയും ഇന്ന് അപകടത്തിന്റെ ചുഴികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് തിന്മകൾ ചെയ്യണമെങ്കിൽ അതിന് പരസ്യമായി തന്നെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കാലം മാറി, ലോകത്തിന്റെ മുഖം മാറി. ഇന്ന് ഒരാൾക്ക് പകൽമാന്യനായി ജീവിക്കാൻ കഴിയും, അതോടൊപ്പം തന്നെ രഹസ്യമായി എല്ലാ തിന്മകളും അയാളുടെ കൂടപ്പറപ്പായി കൊണ്ടു നടക്കാനും കഴിയുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൃത്തികെട്ട ഫിലിം കാണണമെന്ന് പണ്ട് വിചാരിച്ചാൽ അതിന് തിയേറ്ററുകൾ അന്വേഷിച്ചു പോകണം, വെയിലത്ത് ക്യൂ നിൽക്കണം, ഒരുപാട് സമയം ചെലവഴിക്കണം, സമ്പത്ത് ചെലവഴിക്കണം. എന്നിട്ട് അതും കഴിഞ്ഞ് വന്നാൽ ഞാൻ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഒരുപാട് കള്ളത്തരങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മദ്യപിക്കണമെങ്കിൽ അതിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു. വ്യഭിചാരത്തിനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പൊ ലോകം അറിയതുകൊണ്ട് തന്നെ എല്ലാം രഹസ്യമായി ആരും അറിയാതെ ഉള്ള നിന്ന് ആധുനിക ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെയാണെങ്കിലും അതിനുള്ള സംവിധാനം മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ പകൽമാന്മാരായി സാമ്പത്തിക രംഗത്ത് വിലസുന്ന ആളുകളുമുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ അടുത്ത് നമ്മൾ കണ്ടു. കേരളത്തിൽ തന്നെ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരുപാട് സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രങ്ങൾ പിടിക്കപ്പെട്ടു. അന്ന് പോലീസ് പുറത്തുവിട്ട ഒരു സുപ്രധാനമായ വിവരമുണ്ടായിരുന്നു. അതെന്താണ്? ഈ കമ്പനികളിൽ ഷെയർ ചേർന്ന, ഇതിൽ ബിസിനസ് പങ്കാളികളായി ചേർന്ന ഒരുപാട് ആളുകളുണ്ട്, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ അപൂർവം ആളുകൾ മാത്രമേ പരാതി തന്നിട്ടുള്ളൂ എന്നാണ്. അപൂർവം ആളുകൾ മാത്രമേ പരാതി തന്നിട്ടുള്ളൂ എന്നാണ് പോലീസ് ആ സമയത്ത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്? 2, 4, 5, 10 ലക്ഷം അത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ അതിൽ പരാതി കൊടുത്താൽ ആ ബിസിനസ് കമ്പനിയിൽ, പൊളിഞ്ഞ ബിസിനസ് കമ്പനിയിൽ, അവിഹിതമായി സമ്പത്ത് സമ്പാദിക്കുന്ന ആ കമ്പനിയിൽ ഞാനും ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാരറിയും. അപ്പൊ ആ 10 ലക്ഷം പോയാലും വേണ്ടില്ല, ഞാൻ പരാതി കൊടുക്കാൻ പോണില്ല എന്ന്. അപ്പൊ പരാതി കുറേണ്ടായ കാരണം എന്താ? അവിഹിതമായ മാർഗം ആരും അറിയാതെ, അതായത് ആളുകളുടെ മുമ്പിൽ മാന്യന്മാരായി നിലകൊള്ളുകയും എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ ആ എന്തൊക്കെ തിന്മകൾ സമൂഹത്തിൽ നടമാടുന്നുണ്ടോ അതൊക്കെ ആരും അറിയാതെ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ. വിമാനം നാട്ടിലേക്ക് കയറുന്നു, നാട്ടിൽ നിന്ന് വിമാനത്തിൽ ഇങ്ങോട്ടും പറക്കുന്നു. മദ്യം ഹറാമാണ്, മദ്യം ഒരിക്കലും കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നവനും തന്റെ തൊട്ടു മുമ്പിൽ ആ വിമാനത്തിൽ മദ്യത്തിന്റെ ചഷകം വരുമ്പോൾ അത് നമ്മുടെ മുന്നിൽ നീട്ടിവെക്കുമ്പോൾ, ഇല്ല, എന്നെ പരിചയമുള്ള ആരുമില്ല, അപ്പൊ ഒന്ന് കുടിച്ചു നോക്കാം, ആരും അറിയാൻ പോകുന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താണ് സാഹചര്യം? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതാണ് എന്ത് വൃത്തികേടുകളും ആരും അറിയാതെ എവിടെ വെച്ചും ചെയ്യുവാനുള്ള വല്ലാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ലോകം വികസിക്കുന്നതിനനുസരിച്ച്, അവന് സമ്പത്തുണ്ടാകുന്നതിനനുസരിച്ച്, വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിനനുസരിച്ച് ഉയരത്തിൽ നിന്ന് ഉന്നതിയിലേക്ക് പറക്കുകയാണ് സാംസ്കാരികമായി വേണ്ടത്. പക്ഷേ ഒരു ഭാഗത്ത് ലോകം വികസിക്കുമ്പോഴും മറുഭാഗത്ത് മനുഷ്യന്റെ മനുഷ്യത്വം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് അവൻ താഴേക്ക് നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മെ വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് മറ്റു 28 സംസ്ഥാനങ്ങളെയും 27 സംസ്ഥാനങ്ങളെയും പിറകിലാക്കിക്കൊണ്ട് കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ആ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലാണ് നമ്മളുള്ളത്. പക്ഷേ കണക്കുകൾ പ്രകാരം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ആത്മഹത്യകളിൽ 40% നടക്കുന്നത് വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അവൻ നേടിയ വിദ്യാഭ്യാസം അവന്റെ സുരക്ഷിതത്വത്തിന്, അവന്റെ സമാധാനത്തിന്, അവന്റെ സ്വസ്ഥതയുള്ള ഒരു
ജീവിതത്തിന്, പച്ചയായ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അവന്റെ കൺമുമ്പിൽ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് അവൻ പഠിച്ച വിദ്യാഭ്യാസം അതുകൊണ്ട് പരിചയമായിട്ട് അടുക്കുവാൻ അവന് കഴിയുന്നില്ല എന്ന് നമ്മൾ അവൻ ആധികാരികമായി തന്നെ ആലോചിക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കളവുകളും കൊലപാതകങ്ങളും ഒക്കെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ, ഇന്നൊരു സഹോദരനോട് ഞാൻ സൂചിപ്പിച്ചു, നാട്ടിൽ നിന്ന് വന്ന ശേഷം നാട്ടിൽ നടക്കുന്ന വാർത്തകൾ എന്താണ് എന്നറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടൻ പ്രതികരിച്ച ഒരു പ്രതികരണം, എന്താ നാട്ടിലത്തെ വിവരറിയാൻ, നാട്ടിലുള്ള പത്രങ്ങളിൽ എന്താ വെറും പീഡന കേസുകളല്ലേ, അല്ലെങ്കിൽ അഴിമതി കേസുകളല്ലേ, അല്ലെങ്കിൽ മോഷണ കേസുകളല്ലേ, ഒരു രചനാത്മകമായ ക്രിയാത്മകമായ ഒരു വാർത്ത നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം തിരിച്ചു പറയുകയുണ്ടായി. അതെ, അതെത്രത്തോളം എത്തിയെന്നറിയോ? നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് സാധാരണ ക്രൂരമായ കൃത്യങ്ങൾ അധികം നിർവഹിക്കാത്ത ഒരു പ്രകൃതക്കാരാണ്. എന്നാൽ ഈ അടുത്ത് വളാഞ്ചേരിയിൽ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാകും. 4-5 വർഷമായി ഒരു വീട്ടിൽ വേലക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ അവിടെ വേലക്ക് നിന്ന് വളരെ സ്നേഹത്തോടുകൂടി ആ വീട്ടുകാരുമായി ഇടപഴകി ആ വീടിന്റെ ഓരോ രഹസ്യങ്ങളും കണ്ടറിയുന്ന, ആ വീട്ടിന്റെ താക്കോലേൽപ്പിച്ച് അവരെ ബലമേൽപ്പിച്ചുകൊണ്ട് പുറത്തു പോകുന്ന അത്രയും വിശ്വാസപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ അതാ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഭക്ഷണം തരുന്ന, അവർക്ക് ശമ്പളം തരുന്ന ആ വീട്ടമ്മയെ കൊന്നിരിക്കുന്നു. കഴുത്ത് ധരിച്ച് കൊന്നിരിക്കുന്നു. കൊന്നു എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം അവിടെ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ ധൈര്യസമേതം ഇരിക്കുകയും അതിൽ വേദന പങ്കുവെക്കുകയും അതിൽ കരയാൻ കൂടുകയും ഒക്കെ ചെയ്തു ആ സ്ത്രീ. അവസാനം പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ഈ സ്ത്രീയിലേക്കാണ് അത് വിരൽ ചൂണ്ടിയത്. പിടിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏതാനും ലക്ഷം രൂപ അവർക്ക് ആവശ്യം വന്നു. അവരുടെ വീട് അവർ എന്തോ ബാങ്കിൽ പണയം വെച്ചിരുന്നു, അത് ജപ്തി ചെയ്തു പോകുമെന്ന് വിചാരിച്ചത് ആ അവസ്ഥ വന്നപ്പോൾ കാശ് ഇവരെ കയ്യിലുണ്ടെന്നറിയാം. ആ കാശ് കിട്ടാൻ വേണ്ടി കൊന്നു, ഒരു സ്ത്രീ കൊന്നു. എന്തുകൊണ്ട്? അത്തരം ഒരു പ്രായമുള്ള ഒരു സ്ത്രീ പ്രായമുള്ള മറ്റൊരു സ്ത്രീയെ കൊല്ലാനുള്ള ഒരു മനസ്സ്, അത്രക്ക് ക്രൂരമായ ഒരു മനസ്സ് എങ്ങനെ രൂപപ്പെട്ടു? അത് ഈ പത്രമാധ്യമങ്ങളിലൂടെ ആവർത്തിച്ച് ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടികൾ പോലും ക്രൂര മനസ്സിലേക്ക് വരുന്നു, സ്ത്രീകൾ പോലും ക്രൂരതയിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയുള്ള ഒരു ദുഷിച്ച സാഹചര്യം നമ്മുടെ ലോകത്തുണ്ട്. പ്രത്യേകിച്ച് നാം വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന നമ്മുടെ കേരള സമൂഹത്തിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യമാണ്. ഇന്ന് ഈ വിവരവിജ്ഞാന വിസ്ഫോടനം മനുഷ്യനെ യഥാർത്ഥത്തിൽ അടുപ്പിക്കുവാനുള്ള സംവിധാനമാണ്. ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാനാണ് ഈ വിവര വിസ്ഫോടനം നമ്മളെ സഹായിക്കേണ്ടത്. പക്ഷെ എന്താ, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. പണ്ടൊക്കെ ആളുകള് വിദേശത്തു നിന്ന് സ്വദേശത്തെത്തിയാലും സ്വദേശത്തു നിന്ന് വിദേശത്തേക്ക് വരുമ്പോഴും മൂത്തമ്മാനെയും എളാപ്പാനെയും അതുപോലെയുള്ള കുടുംബങ്ങളെ ആളുകളെയൊക്കെ ഒന്ന് കാണാന് അവരുടെ വീട്ടിൽ പോയിരുന്നു, ഒന്ന് കണ്ടിരുന്നു തമ്മിൽ. ഇപ്പൊ ഫോൺ സൗകര്യം വന്നതോടുകൂടി 8 അക്ക നമ്പറുകളിൽ അല്ലെങ്കിൽ 10 അക്ക നമ്പറുകളിൽ കറങ്ങുകയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. അതിന്റെ അപ്പുറത്തേക്കൊന്ന് പരസ്പരം കാണാൻ കഴിയുന്നില്ല. ഇമെയിൽ സൗകര്യം വന്നതോടുകൂടി നേരിട്ട് പറയേണ്ടതും നേരിട്ട് സംസാരിക്കേണ്ടതുമൊക്കെ അതിലൂടെ വിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ സൗകര്യങ്ങളൊക്കെ മനുഷ്യനെ ബന്ധിപ്പിക്കുകയും കൂടുതൽ അടുപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ അതൊക്കെ അകന്നു പോവുകയും, എന്തിനധികം സ്വന്തം വീട്ടിൽ എപ്പോഴും ഉമ്മയും മകളും ഇരിക്കുമ്പോൾ അവർക്ക് പരസ്പരം സംസാരിക്കാൻ സമയമില്ല. അവരുടെ കയ്യിൽ അപ്പോഴും മൊബൈൽ ഫോണാണ്. ആ ഫോണുമായി അവരുടെ ഇഷ്ടപ്പെട്ട, അവർക്ക് താല്പര്യമുള്ള ഏതോ ഒരാളുമായി, ഏതോ ഒരു സുഹൃത്തുമായി, പുറത്തുള്ളയാളുമായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ വാപ്പാക്കും ഉമ്മാക്കും കുടുംബങ്ങൾക്കും കൂടിയിരുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തളർന്ന് എല്ലാവരും ഉറങ്ങുന്നു, അവരവന്റെ കമ്പ്യൂട്ടറുകളിലേക്ക്, അവരവന്റെ ലോകത്തിലേക്ക് പോകുന്നു. എല്ലാവരും ഒരു ദുരിതങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അവനവന് സ്വന്തം മനസ്സിനെ ഒന്ന് നേരെ നിർത്താൻ അവന് കഴിയാത്ത വല്ലാത്ത ഒരു സാഹചര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ആധുനിക ലോകം വികസിക്കുമ്പോഴും ആധുനിക മനുഷ്യന്റെ മനസ്സ് കൂടുതൽ സങ്കുചിതമാകുന്നു, ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ പ്രശ്നം ഞാൻ പറയുകയാണെങ്കിൽ നേരം വെളുക്കുന്നത് വരെ പറയാൻ അനവധി സംഭവങ്ങൾ എന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അത് ഓരോന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് 1000 സംഭവങ്ങൾ ഇതുപോലെ പറയുന്നുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞ് നേരം കളയാനല്ല
പറയാനല്ലല്ലോ ഇങ്ങനെയുള്ള ഒരു മഹനീയമായ സദസ്സ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്, മറിച്ച് പരിഹാരത്തെക്കുറിച്ച് പറയാനാണ്. എന്താണ് ഇതിന് പരിഹാരം? ഈ പരിഹാരത്തെ സംബന്ധിച്ച് പറയാനാണ് മതം സുരക്ഷയ്ക്ക് വിമോചനത്തിന് എന്ന സവിശേഷമായ ഒരു പ്രമേയം ഇവിടെ എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ കുവൈത്തിൽ 2 മാസമായി നടന്ന ഈ ഒരു സമ്മേളനം വരെ നടന്ന ബോധവൽക്കരണ പരിപാടികൾ, ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കേരളത്തിൽ അതിഗംഭീരമായ രീതിയിൽ മതം സുരക്ഷയാണ് എന്ന ക്യാമ്പയിനുമായി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സുപ്രധാനമായ കാര്യം. ലോകം മുഴുവൻ, പത്രമാധ്യമങ്ങൾ മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മൾ പരിഹാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പത്രമാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന പത്രമാധ്യമങ്ങളൊക്കെ ചെയ്യുന്ന ജോലി എന്താണ്? ഒരു ഭാഗത്ത് പ്രശ്നം അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരും, അത് മറുഭാഗത്ത് ആ പ്രശ്നങ്ങൾ സമൂഹത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫീച്ചറുകൾ അവർ തന്നെ മറുഭാഗത്ത് അവതരിപ്പിക്കുകയും ചെയ്യും. രണ്ടും അവർക്ക് കച്ചവടം തന്നെയാണ്. ഒരു ഭാഗത്ത് മൊബൈൽ ഫോണിലുള്ള വൈകൃതങ്ങളെയും അതുപോലെ സംഗീതത്തെയും മ്യൂസിക്കിനെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ കുടുംബ സംവിധാനത്തിൽ ഇളക്കം തട്ടിക്കുന്ന, അതിന്റെ ഭദ്രതയെ തട്ടിയുടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രോത്സാഹനം ഒരു ഭാഗത്ത് ഈ പത്രമാധ്യമങ്ങൾ നൽകും. എന്നിട്ട് അതിലൂടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയാകുമ്പോൾ, യുവാക്കന്മാർ വഴിതെറ്റുന്ന ഒരവസ്ഥ വരുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ വേറെ ഫീച്ചറായിട്ട് അവർ അവതരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രശ്നം ഒരു ഭാഗത്തുണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും മറുഭാഗത്ത് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു വിധി വൈപരീത്യമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് എന്താണ് ഇത്തരം ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിന് ഗുണകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എന്തുണ്ടതിന് പരിഹാരം? വേഗം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് നിയമം ശക്തമാക്കിയാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്നാണ്. നിയമം ഒന്ന് സ്ട്രോങ് ആക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാകുമെന്നാണ്. ശരിയാണാ പറഞ്ഞത്? നിയമങ്ങൾ കൊണ്ട് സമൂഹത്തെ മര്യാദ പഠിപ്പിക്കുവാനും സമൂഹത്തെ നേരായ വഴിക്ക് നയിക്കുവാനും സാധിക്കും. പക്ഷേ സമ്പൂർണമായി സാധിക്കില്ല. ഒരു 50%, ഏറിയാൽ 50%, അതിലപ്പുറം അതിന് ഒരിക്കലും തന്നെ മാർഗമില്ല. സാധാരണ നമ്മൾ പറയാറുള്ള ഒരു വാക്കുണ്ട്, നിയമം എന്ന് പറയുന്നത് എട്ടുകാലി വലയാണ് എന്ന്. എന്താ എട്ടുകാലി വലയുടെ പ്രത്യേകത? ചെറിയ പ്രാണിയും പാറ്റയുമൊക്കെ പറന്നു വരുമ്പോൾ ആ വലയിൽ കുരുങ്ങി എട്ടുകാലി അവരെ ഭക്ഷിച്ചു പോകും. എന്നാൽ വലിയ കൂറയോ വണ്ടോ വലിയ അതുപോലെയുള്ള സാധനങ്ങൾ പറന്നു വന്നാലോ വലയും പൊട്ടിച്ച് അവ മുന്നോട്ട് പോകും. ഇതുപോലെയാണ് പലപ്പോഴും നിയമം. ഏത് രാജ്യത്താകട്ടെ, ഏത് സമൂഹത്തിലാകട്ടെ, നിയമവും നിയമജ്ഞന്മാരും നിയമപീഠങ്ങളുമൊക്കെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല. അപൂർവം ആളുകൾ അതിൽ നീതി കാണിക്കുകയും നീതിയുടെ ശരിയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് ചെറിയ കുറ്റങ്ങൾ പിടിക്കപ്പെടുന്നു, ചെറിയ മോഷണങ്ങൾ പിടിക്കപ്പെടുന്നു. അല്ലേ? വിശന്ന് പൊരിഞ്ഞ ഒരു കുട്ടി, ഒരു 14 വയസ്സുകാരനായ കുട്ടി ഒരു ബേക്കറിയിൽ കയറി ഒരു ബ്രെഡ് മോഷ്ടിച്ച് ഓടിക്കഴിഞ്ഞാൽ അവൻ കള്ളനാണെന്ന് പറയാൻ, അവന്റെ പിന്നാലെ ഓടിക്കൂടാൻ, അവനെ ജുവൈൽ ഹോമിലേക്ക് കൊണ്ടുപോകാൻ, അവന് ശിക്ഷ വിധിക്കുവാൻ ഒരുപക്ഷെ ഇവിടെ ആളുണ്ടാകും. എന്നാൽ ആരുമറിയാതെ തന്റെ പോക്കറ്റിലുള്ള പേന ഉപയോഗിച്ചുകൊണ്ട് ഒരു പേപ്പറിൽ ഒരു ഒപ്പുവെച്ചാൽ കോടികൾ തന്റെ വീട്ടിലേക്ക്, തന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള അഴിമതികൾ നടത്തിയ ആളുകളെ പിടിച്ചുകെട്ടാൻ ഈ നാട്ടിൽ എന്ത് സംവിധാനങ്ങളാണുള്ളത്? ഇല്ല. സ്വാധീനമുള്ളവന് രക്ഷപ്പെടാൻ കഴിയും, സ്വാധീനമില്ലാത്തവൻ എല്ലാം അഴിയുന്ന സാഹചര്യവുമാണ് വരുന്നത്. നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു, നിരപരാധികൾ ജയിലറകളിൽ അടക്കപ്പെടുന്നു. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്നവർ, ആസൂത്രണം ചെയ്യുന്നവർ, ഇതിന്റെ പിന്നിൽ എല്ലാ കിങ് മേക്കർമാരായി നടക്കുന്ന ആളുകളെ പിടിച്ചുകെട്ടാൻ ഇവിടെ സാധിക്കുന്നില്ല എന്നതിന് ഏത് രാജ്യം എടുത്തു നോക്കിയാലും അതിന് അനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തിനധികം ഇന്ത്യ രാജ്യത്ത് നടന്ന ഒരുപാട് സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഫോടനങ്ങൾ മുസ്ലിം വിഭാഗങ്ങളെ, മുസ്ലിം യുവജനങ്ങളുടെ മേലിൽ വെച്ചുകെട്ടുന്ന സാഹചര്യമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. ഏത് സംഭവം ഉണ്ടായാലും ഇന്ത്യൻ മുജാഹിദ് എന്ന ഒരു പേര് പറയും. ഇപ്പോൾ വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഈ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയുടെ ഓഫീസ് എവിടെയാണ്, അതിന്റെ ഭാരവാഹികൾ ആരാണ് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഭരണകൂടങ്ങൾക്കൊന്നും അത് കൃത്യമായി പറയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പലപ്പോഴും അതൊരു മിഥ്യയാണോ എന്ന് ആളുകൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടന്നപ്പോൾ ഹൈദരാബാദിലെ മെക്ക മസ്ജിദാകട്ടെ, അല്ലെങ്കിൽ സംചോദ എക്സ്പ്രസിന്റെ വിഷയങ്ങളാകട്ടെ, അങ്ങനെയുള്ള സംവിധ പ്രശ്നങ്ങളൊക്കെ ഉദാഹരണം ചെയ്തപ്പോൾ അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഭരണകൂടം കാവൽക്കാരായി ഏൽപ്പിച്ച ചില പുരോഹിതന്മാരും ചില പുരോഹിതകളും ചില ജനറൽ
ജനറൽമാരും ചില ഉത്തരവാദപ്പെട്ട സൈനിക മേധാവികളുമാണ് എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നിയമം കാക്കാൻ, രാജ്യം കാക്കാൻ കൊടുത്ത ആളുകൾ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അഥവാ വേലി തന്നെ വിളതിന്നുന്ന വല്ലാത്ത ദയനീയമായ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നിയമമുണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരു സമൂഹത്തെ പൂർണ്ണമായി രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധ്യമല്ല. പലപ്പോഴും രാജ്യത്തുള്ള നിയമങ്ങൾ തന്നെയാണ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇന്ത്യ രാജ്യത്ത് തന്നെ നമുക്കറിയാം 377 വകുപ്പ് പ്രകാരം സ്വവർഗരതി ഇന്ത്യയിൽ ശിക്ഷാകരമായിരുന്നു, ശിക്ഷ ഏൽക്കുന്ന കാര്യമായിരുന്നു. എന്നാൽ ഡൽഹി ഹൈക്കോടതി ഒരു വിധി പ്രസ്താവനത്തിലൂടെ അതിൽ മാറ്റം വരുത്തി. അത് കുറ്റകരമല്ല, അത് ഇനി മുതൽ കുറ്റകരമല്ല എന്ന ഒരു വിധി. അതെ, നിയമത്തിന്റെ ഭാഗത്തു നിന്നാണ് ആ പ്രശ്നം കടന്നു വന്നത്. ഇന്ന് നമുക്കറിയാം ഡൽഹിയിൽ ബലാത്സംഗം ഒന്ന് നടന്നു. ബലാത്സംഗം മാത്രമല്ല, ആ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു ബസ്സിൽ വെച്ച്. വലിയ പ്രകോപനങ്ങളുണ്ടായി, വലിയ പ്രതിഷേധ ജ്വാലകൾ തന്നെ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഉയർന്നു വരികയുണ്ടായി. അങ്ങനെ ആ പ്രതിഷേധത്തിന്റെ അലകൾ അടങ്ങിയിട്ടില്ലാത്ത സമയത്ത് തന്നെയാണ് സമീപത്തും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുപോയത്. ഇപ്പോഴും അവിടെ അതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബലാത്സംഗത്തിന്റെ തലസ്ഥാനമാണോ ഡൽഹി എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച ശേഷം മാത്രം മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം. അതും ലോക്സഭയിൽ വരികയുണ്ടായി. ആ വിഷയത്തിൽ ഗഹനമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. അവസാനം ബില്ല് പാസ്സാവുകയുണ്ടായി. നമ്മുടെ ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്യുകയുണ്ടായി. അവിടെയും പറഞ്ഞു വന്ന കാര്യം എന്താണ്? ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധമാവാം. ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധമാവാം, അത് കുറ്റകരമല്ല. അതിന്റെ 18 വയസ്സായിരുന്നു അതിന്റെ പ്രായമെങ്കിൽ അതിപ്പോൾ 16 വയസ്സിലേക്ക് ചുരുക്കിക്കൊണ്ടുവരണം എന്ന നിർദ്ദേശം നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു. അപ്പോൾ നിയമങ്ങൾക്ക് കണ്ണും കാതുമില്ലാത്ത നിയമങ്ങളാണ് പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയായ രീതിയിൽ തന്നെയാണെങ്കിലും അത് നടപ്പിൽ വരുത്തുന്നിടത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടും തന്നെ ശരിയായ സുരക്ഷിതമായ ഒരു സമൂഹത്തിലേക്ക്, സമാധാനമുള്ള ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ തെറ്റിപ്പിന് അതും സാധ്യമാകുന്നില്ല എന്ന് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്താ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ പരിഹാരമുണ്ട്. ആ പരിഹാരം എന്താണ്? അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകും. എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഓഫീസിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പൊതുസമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ലേ? ഇതിനൊക്കെ പരിഹാരമുണ്ട്. ആ പരിഹാരത്തിലേക്ക് നമ്മൾ എത്തണം എന്ന് മാത്രം. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മൊബൈൽ ഫോണുകൾ വിവിധ കമ്പനികളുടേതാണ്. അത് ഓരോന്നും വാങ്ങിയപ്പോൾ അതിന്റെ കൂടെ ഒരു ചെറിയ പുസ്തകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, കാറ്റലോഗ് ലഭിച്ചിട്ടുണ്ട്. ഇല്ലേ? എന്തിനാണത്? എങ്ങനെയാണ് ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത്, അതിലെങ്ങനെയാണ് സിം ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ബാറ്ററി ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്, അത് തകരാറ് വന്നാൽ എങ്ങനെയാണ് നന്നാക്കേണ്ടത് എന്നെല്ലാം അതിൽ കൃത്യമായ ഡയറക്ഷനുകൾ ഉണ്ടാകും. അപ്പോൾ സാംസങ്ങിന്റെ ഒരു സെറ്റ് വാങ്ങിയ ഒരാൾ അതിനൊരു തകരാറ് വരുമ്പോൾ ആ തകരാറ് നന്നാക്കുന്നതിന് വേണ്ടി പരിശോധിക്കേണ്ടത് സാംസങ് കമ്പനി അതിന്റെ കൂടെ നൽകിയ ആ കാറ്റലോഗ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് നന്നാക്കിയെടുക്കേണ്ടത്. അപ്പോഴാണത് നന്നാവുക. എന്നാൽ സാംസങ്ങിന്റെ സെറ്റ് കേടുവന്നാൽ നോക്കിയയുടെ കാറ്റലോഗ് നോക്കി നന്നാക്കിയാൽ അത് നന്നാവുകയില്ലെന്ന് മാത്രമല്ല, അത് എന്നേക്കുമായി അത് നശിച്ചു പോവുകയും ചെയ്യും. ഒരു ലളിതമായ സത്യമല്ലേ സഹോദരങ്ങളെ? എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? ഒരു വസ്തു നന്നാക്കണമെങ്കിൽ ആ വസ്തു നിർമ്മിച്ചത് ആരാണോ, അതിന്റെ പ്രൊഡക്റ്റ് എവിടെ നിന്നാണോ വന്നിട്ടുള്ളത്, അതിന്റെ കമ്പനി ഏതാണോ, ആ കമ്പനിയുടെ മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നന്നാക്കിയാൽ മാത്രമേ ആ വസ്തു നന്നാവുകയുള്ളൂ. ഇതൊരു ലളിതമായ യുക്തിയല്ലേ? നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. ആ വാഹനത്തിന് വൻ വില ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാകും. അതെന്റെ വാഹനമാണ് എന്ന് നമ്മൾ വളരെ ഊറ്റം കൊള്ളുകയും ചെയ്യും. അങ്ങനെ പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി നിർത്തി, അവിടെ ഇന്ധനം നിറക്കുന്നതിന് വേണ്ടി നിർത്തി. അപ്പോൾ ആ ഇന്ധനം ഏതിന്ധനമാണ് വേണ്ടത്? നമ്മൾ പറഞ്ഞു ഡീസലാണ് വേണ്ടത്. അപ്പോൾ എണ്ണ അടിക്കുന്ന ആൾ പറഞ്ഞു ഡീസൽ അടിക്കൂല, ഈ വണ്ടി പെട്രോൾ ഉപയോഗിച്ചാണ് ഓടുക, ഇതിന് ഡീസൽ അടിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ തിരിച്ചു വീണ്ടും പറയാണ്, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി, എന്റെ വാഹനത്തിൽ ഏത് ഇന്ധനം ഒഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുക, ഇത് ഞാൻ കാശ് കൊടുത്തു വാങ്ങിയതാണ്, അതുകൊണ്ട് നിങ്ങൾ ഡീസൽ ഒഴിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
അയാൾ ഒരു പക്ഷേ ഒഴിച്ചു എന്ന് വന്നേക്കാം, പക്ഷേ ആ വണ്ടി ആ സ്റ്റേഷൻ വിട്ട് ഇറങ്ങുകയില്ല എന്നെല്ലാവർക്കും അറിയാം. എന്തേ കാരണം? ആ എഞ്ചിൻ കൃത്യമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പെട്രോൾ ഇന്ധനത്തിന് അനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ കമ്പനി എന്തൊരു ഇന്ധനമാണോ അതിലൊഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ഇന്ധനമേ ഒഴിക്കാൻ പാടുള്ളൂ. അത് എന്തിനാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്താൽ അതിന് ലൈഫ് ഉണ്ടാവുകയില്ല എന്നത് ലളിതമായ കാര്യമാണ്. എന്തിനാ ഞാൻ ഈ രണ്ട് ഉദാഹരണം പറഞ്ഞത്? ഇവിടെ പ്രതി മനുഷ്യനാണ്. ഇവിടെ ജീപ്പല്ല, കാറല്ല, മൊബൈൽ ഫോൺ അല്ല പ്രതി. ഇവിടെ മനുഷ്യനാണ് പ്രതി. മനുഷ്യനാണ് അന്ധവിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് സാമ്പത്തിക രംഗത്ത് അരാജകത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് വ്യഭിചാരത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് സൈബർ സെക്സിന്റെ ലോകത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് എല്ലാ അക്രമങ്ങൾക്കും ഇവിടെ തിരികൊളുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് ആളുകളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് കുടുംബം കലഹത്തിന് കാരണക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ മനുഷ്യനാണ് ചികിത്സ വേണ്ടത്. ആ മനുഷ്യനെ ചികിത്സിക്കണമെങ്കിൽ എന്തു വേണം? മനുഷ്യന്റെ നിർമ്മാതാവിനെ നമ്മൾ അന്വേഷിക്കണം. മനുഷ്യനെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി അമേരിക്കയിലുണ്ടോ, കുവൈറ്റിലുണ്ടോ, ലോകരാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും ഇന്ന് വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യനെ നിർമ്മിക്കുന്ന, മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയും ലോകത്തെവിടെയും ഇല്ല. അപ്പോൾ നമുക്കൊരു കമ്പനിയുടെയും കാറ്റലോഗ് സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനെ നന്നാക്കുവാൻ സാധ്യമല്ല. മനുഷ്യനെ നിർമ്മിച്ചതല്ല, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ സത്താവായ ഏകനായ ദൈവം തമ്പുരാനാണ്. ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന പടച്ച തമ്പുരാനാണ്. ഏകനായ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കേടുവന്നാൽ, അവൻ ചിർക്കിലേക്ക് പോയാൽ, അവൻ ബഹുദൈവ വിശ്വാസിയായാൽ, അവൻ അക്രമിയായാൽ, അവൻ മദ്യപാനിയായാൽ, അവൻ വ്യഭിചാരിയായാൽ, അവൻ കൈക്കൂലി വാങ്ങുന്നവനായാൽ, അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനായാൽ, അവനെ നന്നാക്കേണ്ടത് അവന്റെ സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഓരോ കാലഘട്ടങ്ങളിലായി മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് പ്രവാചകന്മാരിലൂടെ അവർക്ക് അവതീർണമായ വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥത്തിന്റെ അവസാന പതിപ്പാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആനാണ് മനുഷ്യന്റെ കാറ്റലോഗ്, മനുഷ്യന്റെ വഴികാട്ടി. അതിലേക്ക് ആര് തിരിച്ചു വരുന്നുവോ, അതിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ആര് പങ്കുവെക്കുന്നുവോ അവർക്ക് വിഷമിക്കേണ്ടി വരില്ല, അവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. فَإِمَّا يُؤْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ فَإِمَّا يُؤْتِيَنَّكُم مِّنِّي هُدًى എന്നിൽ നിന്നുള്ള ഈ ഹുദ, എന്നിൽ നിന്നുള്ള ഈ മാർഗദർശനം നിങ്ങൾക്കാർക്ക് വന്നു കിട്ടിയോ, അതാര് സ്വീകരിച്ചുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കിവിടെ ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് യാതൊരു നിലക്കും പ്രയാസപ്പെടേണ്ടി വരില്ല. അപ്പൊ എന്തു വേണം? അതിന്റെ തിരിച്ചുള്ള അർത്ഥം എന്താണ്? മനുഷ്യനവന്റെ വഴികാട്ടിയായി മനുഷ്യനിർമ്മിതമായ തത്വശാസ്ത്രങ്ങളെയും മനുഷ്യനിർമ്മിതമായ ദർശനങ്ങളെയുമാണ് ആളുകൾ സ്വീകരിക്കുന്നതെങ്കിൽ അവൻ വ്യക്തി ജീവിതത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരും, അവന്റെ കുടുംബ ജീവിതത്തിൽ അവൻ പ്രയാസം അനുഭവിക്കേണ്ടി വരും, അവന്റെ സാമൂഹ്യ ജീവിതത്തിൽ അവൻ അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരും, അവൻ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. അതാണ് ഇന്ന് ലോകത്ത്, ഇന്ന് കുവൈറ്റ് സിറ്റിയിൽ പ്രയാസപ്പെടുന്ന മനുഷ്യൻ സമാധാനം കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മാർഗദർശനത്തിലേക്ക് അവൻ എത്തിയില്ല എന്നതാണ് കാരണം. അവനെ സൃഷ്ടിച്ച സത്താവിന്റെ മാർഗദർശനത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് അവന്റെ മനസ്സ് അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളിലുള്ള മുഴുവൻ മനുഷ്യന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ചെറിയ കുട്ടി മുതൽ വലിയ കാരണവർ വരെ, ചെറിയ ആളുകൾ മുതൽ വലിയ ചക്രവർത്തിമാർ വരെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ പ്രശ്നം ഇതാണ്. യഥാർത്ഥ മാർഗദർശനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വഴിയായി നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, യാതൊരു തർക്കത്തിനും അവകാശമില്ല. നമുക്ക് സ്വസ്ഥതയുണ്ടാകും, നമുക്ക് സുരക്ഷിതത്വ ബോധമുണ്ടാകും, ഒരു വിമോചിതമായ ഒരവസ്ഥ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാകും. ഭൗതികമായ വിഭവങ്ങൾ
അതൊന്നും നമുക്ക് ആവശ്യമുണ്ടാവില്ല. അതെത്ര കുറഞ്ഞു പോയാലും ഒരു ചെറ്റക്കുടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും സമ്പൂർണ്ണ സമാധാനത്തോടുകൂടി, ഐശ്വര്യത്തോടുകൂടി, സുരക്ഷിതത്വ ബോധത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ, ഈ ഹുദ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗദർശനം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, വലിയ കൊട്ടാരത്തിൽ നമ്മൾ ജീവിച്ചതുകൊണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും AC ഫിറ്റ് ചെയ്തതുകൊണ്ടോ, AC-യിൽ നിന്ന് AC-യിലേക്ക് ജീവിതം നയിച്ചു പോയതുകൊണ്ടോ ഉള്ളിലുള്ള ചൂട് അടങ്ങുകയില്ല. അയാൾ സദാസമയത്തും അയാളെ മനസ്സ് വിയർത്തുകൊണ്ടിരിക്കും, എപ്പോഴും അയാൾ അസ്വസ്ഥനായിരിക്കും. സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മനസ്സിന് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടാകുവാൻ മതം കൊണ്ട് മാത്രമേ കഴിയൂ. മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. മതം സുരക്ഷയ്ക്ക്, വിമോചനത്തിന്. മതം സുരക്ഷയാണ് എന്ന് പറയാനുള്ള കാരണം. പക്ഷെ ലോകത്ത് പരിചയം എന്താണ്? മതം കലാപമാണ്, മതം സങ്കുചിതത്വമാണ്, അത് വിഭാഗീയതമാണ്, അത് തർക്കമാണ്, അത് കുതർക്കമാണ് എന്ന ഒരു വിചാരമാണ് ലോകത്ത് ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ പറഞ്ഞുവല്ലോ, ശത്രുവിന്, പിശാചിന് ഈ വിജ്ഞാനത്തെയാണ് പേടി. ഈ വിജ്ഞാനം പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെയാണ് അവന് ഏറ്റവും കൂടുതൽ പ്രയാസം, തലവേദനയുണ്ടാക്കുന്നത്. അതെ, ഇരുട്ട് നീങ്ങുന്നുവെന്നത് പിശാച് ഒരിക്കലും തന്നെ സഹിക്കുകയില്ല. അതുകൊണ്ട് ലോകത്തെ ചികിത്സിക്കുവാനുള്ള യഥാർത്ഥത്തിലുള്ള ഈ മാർഗദർശനത്തിന്റെ ഈ ഒരു വിഷയം സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ കൺഫ്യൂഷനാക്കുകയും അതിനെ പ്രയാസപ്പെടുത്തുകയും അത് ഭീകരവാദത്തിന്റെ, അത് തീവ്രവാദത്തിന്റെ മതമാണ്, ദർശനമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക എന്നത് ശത്രുക്കൾ എന്നും ചെയ്തു പോന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബിസിനസ് സ്ഥാപനം തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അതിന്റെ മേലധികാരി പങ്ക്ച്വലല്ല, കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് കൃത്യതയുള്ളയാളല്ല, അയാൾ ഒരു അലസ സ്വഭാവക്കാരനാണെന്ന് അവസാനം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹത്തിന് മാറ്റി മറ്റൊരു മേലുദ്യോഗസ്ഥനെ അവിടെ കമ്പനി വെക്കുകയുണ്ടായി. പക്ഷേ കീഴ്ജോലിക്കാർക്ക് അത് സഹിച്ചില്ല. കാരണം എന്താ? അയാൾ വന്നാൽ ഞങ്ങൾ ജോലിയെടുക്കേണ്ടി വരും, മര്യാദക്ക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും, എനിക്ക് ഇവിടുന്ന് മുങ്ങാൻ കഴിയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ആ നല്ല ഉദ്യോഗസ്ഥനെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള മാർഗങ്ങളൊക്കെ എന്ത് ചെയ്യും? പലപ്പോഴും ആലോചിക്കും. നാട്ടിൽ ഒരു നല്ല പോലീസ് സ്റ്റേഷൻ ഉണ്ടായാൽ, ഒരു നല്ല SI വന്നാൽ, ഒരു നല്ല DYSP വന്നാൽ, ഒരു SP ചാർജ് എടുത്താൽ, അയാൾ നല്ലവനാണെങ്കിൽ, നന്മക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണെങ്കിൽ, മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്നയാളാണെങ്കിൽ, അവിടുത്തെ എല്ലാ കുതന്ത്രക്കാരും എല്ലാ മാഫിയ സംഘങ്ങളും ഒരൊറ്റ ചരടിൽ കോർക്കപ്പെടുകയും എങ്ങനെയെങ്കിലും ഇയാളെ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. അതുപോലെ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും യഥാർത്ഥത്തിൽ ലഭിക്കുക മതബോധം കൊണ്ട് മാത്രമാണ്, വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമാണ് എന്നാർക്കറിയാം? ശൈത്താനറിയാം, ഇബ്ലീസിനറിയാം, പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ ഇതിവിടെ ഉപയോഗിക്കുമ്പോൾ, ഈ പരിഹാരം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ അതിനെ കൺഫ്യൂഷനാക്കുവാനും അതിനെ സംശയത്തിലാക്കുവാനും അതിൽ നിന്ന് ആളുകൾ അകറ്റുവാനുമുള്ള ഒരുപാട് തന്ത്രങ്ങൾ ആ ശത്രു മെനഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമാണ് ഇസ്ലാമിനെതിരിൽ സയനിസ്റ്റുകൾ ലോകാടിസ്ഥാനത്തിൽ ഇറക്കിവിട്ടിരിക്കുന്ന ഒരുപാട് കുപ്രചരണങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തികൾ ഇതിനെ തകർക്കാൻ വേണ്ടി പുറത്തുനിന്ന് പരിശ്രമിച്ചു നോക്കിയപ്പോൾ അവർക്ക് വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഇസ്ലാമിന്റെ പ്രമാണത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ദർശനത്തിനും സാധിക്കുകയില്ല. പിന്നെ ഇസ്ലാം വിരോധികൾ എന്താ ചെയ്തിട്ടുള്ളത്? എങ്ങനെയെങ്കിലും മതത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുക. അങ്ങനെ മതത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് മതത്തിന്റെ വക്താക്കളായി ചമഞ്ഞ് ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ എന്തുണ്ട് മാർഗമെന്നാണ് ചരിത്രത്തിലെല്ലാം ശത്രുക്കളും പയറ്റി നോക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് അബ്ദുള്ള എന്ന് പറയുന്ന മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയും എന്നിട്ട് നബി കുടുംബത്തെ പറ്റി അങ്ങേയറ്റം പുകഴ്ത്തി പറയുകയും അങ്ങനെ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തിനിടയിൽ സ്വീകാര്യത നേടുകയും ചെയ്തുകൊണ്ട് കടന്നു വന്ന വ്യക്തിയാണല്ലോ പിന്നീട് എല്ലാ ഖുലഫാഉർ റാഷിദീങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെയൊക്കെ മോശക്കാരായി
ചിത്രീകരിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ കൂടുതൽ പുകഴ്ത്തി അലി റളിയല്ലാഹു പോലും അറിയാത്ത രീതിയിൽ ഒരു കക്ഷിയായി അലിയുടെ കക്ഷി എന്ന പേരിൽ ഒരു കക്ഷി ഉണ്ടാക്കി. അങ്ങനെയാണ് ഷിയായിസം എന്നത് ഇസ്ലാമിനുള്ളിലേക്ക് കടന്നു വരുന്നത്. ആ ഷിയായിസം കടന്ന് ആ പഴുതിലൂടെയാണ് ഇവിടെ ശവകുടീര ആരാധനയും അതുപോലെയുള്ള പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും ഒക്കെ ഇസ്ലാമിന്റെ വേഷമണിഞ്ഞുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം, അവർ ചെയ്ത ആ സയനിസ്റ്റുകൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ്? ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി അതിന്റെ പ്രമാണങ്ങൾ പഠിച്ചുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നാണ്. അതിന് അവർ രൂപം കൊടുത്ത വേദിയാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. ആ ഓറിയന്റലിസത്തിന്റെ ഉൽപ്പന്നമാണ് മോഡേണിസം എന്ന് പറയുന്നത്. ആ മോഡേണിസമാണ് പിന്നീട് ചേകനൂർ മൗലവിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ആ രീതിയിൽ അവിടെ പ്രമാണങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലൊക്കെ കടന്നു വന്നിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രമാണത്തെ തകരാറിലാക്കുവാൻ, അതിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുവെന്നത് ഇതാണ് യഥാർത്ഥ പരിഹാരമെന്ന് ശൈത്വാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്, അറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് ഇതിനാ മറകൾ മുഴുവനും ഭേദിച്ചുകൊണ്ട് ഇബ്ലീസ് ഉണ്ടാക്കുന്ന സകല കുപ്രചരണങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യേണ്ടതുണ്ട്. മതം സുരക്ഷയാണ് എന്ന് പറയുമ്പോൾ, മതം സുരക്ഷക്കെന്ന് പറയുമ്പോൾ അതിലേറ്റവും വലിയ സുരക്ഷിതത്വം നൽകുന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ അതിന് ഒന്നാമതായി മുന്നോട്ട് വെച്ച ആദർശം എന്താണെന്നോ? യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഏ മുസ്ലിങ്ങളെ എന്നല്ല, ഏ ജനങ്ങളെ, ഹൈന്ദവരെ, ക്രൈസ്തവരെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ, യുക്തിവാദികളെ, അങ്ങനെ തുടങ്ങി മനുഷ്യരായി ഭൂമിയിൽ പിറന്നു വീണ് മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയാണ്, അല്ലാഹു പറയാണ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം. ആർക്കാണ് അർപ്പിക്കേണ്ടത്? വളരെ ലളിതമായി ആ കാര്യം ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ പടച്ച, നിങ്ങളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച ഏകനായ റബ്ബിനാണ് നിങ്ങൾ അത് അവതരിപ്പിക്കേണ്ടത്. ഇത് വിഭാഗീയതയില്ലാത്ത വിശ്വാസമാണ്, ഇത് വൈരുദ്ധ്യമില്ലാത്ത വിശ്വാസമാണ്, ഇത് സങ്കുചിതത്വമില്ലാത്ത ആദർശമാണ്, ഏകദൈവ വിശ്വാസം. എന്നാൽ നിങ്ങൾ എന്താകും? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായി മാറും. മനുഷ്യൻ നന്നാകാൻ എന്താ മാർഗം? മനുഷ്യൻ നന്നാകാനുള്ള ഏക മാർഗം, എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്റെ സകല നീക്കങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ രാജാതിരാജനായ ഒരു റബ്ബുണ്ട്. അവന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധം മനുഷ്യ മനസ്സിലുണ്ടാക്കി കഴിഞ്ഞാൽ അവനെ ഏത് ഓഫീസിലും ഏത് മുദീറുമാക്കാം, ഏത് കാവൽക്കാരനുമാക്കാം, എന്തുത്തരവാദിത്വവും അവനെ ഏൽപ്പിക്കാം. കാരണം എന്താ? എന്റെ മേലുദ്യോഗസ്ഥൻ അറിഞ്ഞിട്ടില്ലെങ്കിലും, എന്റെ കുടുംബം കണ്ടിട്ടില്ലെങ്കിലും ഇതെല്ലാം കാണുന്ന, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഏകനായ ഒരു പടച്ച തമ്പുരാനുണ്ട് എന്ന ഒരു ബോധം അയാൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അയാൾ തെറ്റു ചെയ്യുകയില്ല, അയാൾ തിന്മ പ്രവർത്തിക്കുകയില്ല. ഒരണുമണിത്തൂക്കം നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് നാളെ പരലോകത്ത് കാണും. ഒരണുമണിത്തൂക്കം തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതും നാളെ പരലോകത്ത് കാണുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ പടച്ചതമ്പുരാന്റെ നിരീക്ഷണത്തിലല്ലാതെ ഒരു പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ആളും അർത്ഥവും ഒന്നുമില്ലാത്ത അല്പം കാശ് നമ്മുടെ കയ്യിൽ കിട്ടി, ആരും ആ വിവരം അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ബോധമുള്ള ഒരാളാണെങ്കിൽ അത് ഉപയോഗിക്കൂല. കാരണം എന്താ? ഇത് അല്ലാഹ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥന് ഞാനിത് ഏൽപ്പിച്ചു കൊടുക്കും. അതെ, ഏതൊരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും അവിടെ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന കൗണ്ടറുകളിലാണെങ്കിലും അത് ആ അറബി അറിയാതെ, ആ കമ്പനി അറിയാതെ അതിൽ നിന്നൊരു നയാ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് നാളെ പരലോകത്ത് ഞാൻ മറുപടി പറയേണ്ടി വരും. ഇത് അല്ലാഹു കണ്ടിട്ടുണ്ട് എന്നോർമ്മയുള്ളവന് എങ്ങനെയാണ് കൈക്കൂലി വാങ്ങാൻ കഴിയുക? എങ്ങനെയാണ് മോഷ്ടിക്കാൻ കഴിയുക? എങ്ങനെയാണ് തെറ്റായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുക? ഒരിക്കലും തന്നെ സാധ്യമല്ല. കാരണം പടച്ചതമ്പുരാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ഓർമ്മ. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും ഒക്കെ അവൻ ഏകനായ നാഥന് മാത്രം. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതെ, ഈ തൗഹീദ്, ഈ ഏകദൈവ വിശ്വാസം മനുഷ്യ
മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ നന്നായി, അവൻ സൂക്ഷ്മതയുള്ളവനായി. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഏതൊക്കെ മനുഷ്യരുണ്ടോ, സുഹൃത്തുക്കളുണ്ടോ, സഹോദരങ്ങളുണ്ടോ, നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആർക്കാണ് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ആലോചിക്കുക. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? മുഹ്യദ്ദീൻ ശൈഖിനെ കാക്കണേ എന്നാണോ? ബദരീങ്ങളെ രക്ഷിക്കണേ എന്നാണോ? എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും ശൈഖന്മാരെയാണോ നമ്മൾ വിളിക്കുന്നത്? നല്ലവണ്ണം ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് രക്ഷയില്ല, ഒരിക്കലും രക്ഷയില്ല. നമ്മൾ ഏകനായ റബ്ബിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മുസ്ലിം സമുദായം എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഒരു വീട്ടിൽ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി കയറി ചെന്നതാണ്. ഒരു കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കയറി ചെന്നതാണ്. അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ ആ വീടിന്റെ ബാത്റൂമിൽ നിന്നും ഒരു ചെറിയ കുട്ടി, ഒരു 4-5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി കുളിയും കഴിഞ്ഞ് എന്റെ മുമ്പിലൂടെ അങ്ങ് ഓടിപ്പോയി. അത് റൂമിൽ കയറി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അതാ അവിടുന്ന് വലിയ ഒരു ശബ്ദം കേൾക്കുന്നു. കുട്ടി താഴേക്ക് തെറിച്ചു വീണ ശബ്ദമാണ്. ആ കുട്ടി അലമുറയിട്ട് കരയുന്നു. അതിന്റെ ഉമ്മയും ഉപ്പയും അതിന്റെ മറ്റു കുടുംബാംഗങ്ങൾ 4-5 പേര് ആ റൂമിലേക്ക് ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിയെടുത്തു കൊണ്ടുവന്നു. എന്താണ് സംഭവം? കുട്ടി കയ്യും കാലും തളർന്നു പോയിട്ടുണ്ട്. അതിന്റെ വായയിലൂടെ നിര പുറത്തേക്ക് വരുന്നുണ്ട്. ശ്വാസം കുട്ടിക്ക് കിട്ടുന്നില്ല. കണ്ണ് മുകളിലേക്ക് പോയിട്ടുണ്ട്. സംഭവം എന്താണ്? ആ കുട്ടി സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വൈദ്യുതിയാഘാതമേറ്റതാണ്, ഷോക്കടിച്ചതാണ്. അങ്ങനെ വൈദ്യുതിയാഘാതമേറ്റ ആ കുഞ്ഞിനെ ഇവർ കയ്യിലെടുത്തുകൊണ്ട് കരയുകയാണ്. അത്ഭുതം കേൾക്കണോ നിങ്ങൾക്ക്? മുസ്ലിം മുസ്ലിം വീട്ടിലാണ് ഈ നടക്കുന്നത്. ഈ തന്റെ കുട്ടി മരണത്തോട് മല്ലടിക്കുമ്പോഴും ഈ 4-5 ആളുകൾ കരയുമ്പോഴും അവർ പറയുന്നത് എന്താ? ബദരീങ്ങളെ എന്റെ കുട്ടിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ എന്റെ മകളെ രക്ഷിക്കണേ എന്ന രീതിയിലുള്ള സംസാരങ്ങളെ, പ്രാർത്ഥനകളാണ് അവരുടെ കണ്ഠങ്ങളിൽ നിന്നുയരുന്നത്. സ്വന്തം കുഞ്ഞ് കയ്യിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും പടച്ചോനെ എന്റെ കുട്ടിനെ കാക്കണേ, അല്ലാഹുവേ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ സാധാരണക്കാർക്ക്, അടിത്തട്ടിലുള്ള സാധാരണക്കാർക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിലുള്ള പുരോഹിതന്മാർ എത്രത്തോളം രൂക്ഷമായി ാണ് ആളുകളുടെ മനസ്സിൽ ഈ ശിർക്കൻ വിശ്വാസങ്ങൾ അടിച്ചു കയറ്റിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അഥവാ അങ്ങനെയുള്ള അത്യാസന്ന ഘട്ടത്തിൽ പോലും എന്നെ സഹായിക്കാൻ മുദരീങ്ങൾക്ക് കഴിയും, ഉഹുദീങ്ങൾക്ക് കഴിയും, മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിക്ക് കഴിയുമെന്ന ഒരു വിചാരമുള്ളത് കൊണ്ടല്ലേ സഹോദരങ്ങളെ അങ്ങനെ അവരുടെ ആ സമയത്ത് പോലും അങ്ങനെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി എപ്പോഴാണ് അവർ അള്ളാനെ വിളിക്കുക? ആ കുടുംബത്തിലെ ഉമ്മയും ഉപ്പയും അള്ളാനെ വിളിക്കുന്ന രംഗം ഏതാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് സമൂഹമുള്ളത്. ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ അവരുടെ മേൽ സ്വർഗത്തെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അവരുടെ സങ്കേതം നരകമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, എത്ര നമസ്കരിച്ചും നോമ്പ് നോറ്റിട്ടും ഒന്നും കാര്യമില്ല. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് അമലസ്നാലിയാത്ത് ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടൊക്കെ പടച്ചവനെ രക്ഷപ്പെടുത്തിക്കാവും എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ശിർക്ക് ജീവിതത്തിൽ വന്നാൽ, ഇത്തരം വിളികളോ പ്രാർത്ഥനകളോ നമ്മുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്നാൽ എന്താ അല്ലാഹു പറഞ്ഞത്? ലഇന്ന ശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകൻ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ്, താങ്കളുടെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് വന്നാൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. നമ്മൾ പ്രവാചകന്റെ അത്ര എത്തിയ ആളുകളല്ല, അതിന്റെ അയലത്ത് പോലും എത്തിയ ആളുകളല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. അത്തരം ശിർക്കിന്റെ ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കറുത്ത പാറയിലൂടെ ഉറുമ്പരിച്ചു വരുന്നതിന് പോലെ ശിർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരെല്ലാം തന്നെ വഫാത്താകുന്ന ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചതും പറഞ്ഞതും വസിയ്യത്ത് ചെയ്തതും ഖുർആനിലും ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം. അവരൊക്കെ പറയുന്നത് എന്താ? എന്റെ മക്കളെ, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഇവരൊക്കെ പറഞ്ഞത് എന്റെ മക്കളെ, എന്റെ തുടർച്ചക്കാരെ വിഗ്രഹാരാധനയിൽ
പൊരുത്തരുതോടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരൊക്കെ മരിച്ചുപോയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ശിർക്കിന്റെ ഒരു ലാഞ്ചനയും നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമസ്കാരങ്ങളിൽ നമ്മളെ കൊണ്ട് നിർബന്ധമായി പറയിപ്പിക്കുന്നു. കാരണം എന്താ? ഇതിൽ നിന്നൊരു മനുഷ്യൻ തെറ്റിയാൽ അവന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം ബാത്തിലായി എന്നാണ്, എല്ലാം പൊളിഞ്ഞുപോയി എന്നാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. രോഗം വന്നാൽ വളയും ഏലസും അതുപോലെയുള്ള പിഞ്ഞാണമെഴുത്തും അല്ല ചെയ്യേണ്ടത്, മറിച്ച് അതിന് ഇസ്ലാമിലുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒരു ഏലസ് കെട്ടിയാൽ ആ ഏലസ് കെട്ടിയവൻ അതിൽ വരവേൽപ്പിച്ചിരിക്കുന്നു, ഫഖദ് അശ്റക, അത് ശിർക്കാണ് എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അദൃശ്യമറിയുന്നതിന് വേണ്ടി, വൈതറിയുന്നതിന് വേണ്ടി തങ്ങന്മാരെടുക്കലും ദീവിമാരെടുക്കലും അതുപോലെയുള്ള പേട്ടകളിലേക്കും അതുപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലേക്കുമൊക്കെ പോകുന്ന ആളുകൾ, സഹോദരങ്ങളെ, അതാണ് ഏറ്റവും വലിയ ശിർക്ക്, അതാണ് ഏറ്റവും വലിയ പാപം. ആ പാപം ചെയ്തിട്ട് എത്ര സാമൂഹ്യക്ഷേമ പ്രവർത്തനം ചെയ്തിട്ടും കാര്യമില്ല, എത്ര നമ്മൾ നല്ലവരായിട്ടും കാര്യമില്ല. ഈ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അയാൾ നശിച്ചുപോയി എന്നതിൽ തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നിട്ട് ഈ തൗഹീദിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, തൗഹീദിന്റെ എതിരായ ശിർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇസ്ലാമിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് കടന്നു വന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാം. അവർ ഒരുപാട് കാലം പറഞ്ഞു നോക്കി, പക്ഷേ പറഞ്ഞിട്ട് അവർക്ക് നിലനിൽക്കാൻ സാധിച്ചില്ല. ഖുർആൻ ആയത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, ഹദീസിൽ നിന്ന് സ്വഹീഹായ ഹദീസുകൾ അവർക്ക് ഉദ്ധരിക്കാൻ ഒരിക്കലും തന്നെ സാധിച്ചിട്ടില്ല. ആവർത്തിച്ച് ചോദിച്ചു, അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടോ? പിന്നീട് 1980കളിൽ കൊട്ടപ്പുറത്ത് നോക്കി നോക്കി, പക്ഷേ അത് നിലനിന്നില്ല. അത് ദുർവ്യാഖ്യാനമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. പിന്നീട് ഓരോ സംവാദത്തിലും കൊണ്ടുവന്ന ആയത്തിന്റെ നിജസ്ഥിതി ലോകത്ത് പ്രത്യേകിച്ച് മലയാളികൾ പഠിച്ചു. അപ്പോൾ നിലനിൽപ്പില്ല, ശിർക്ക് സ്ഥാപിക്കാൻ നിലനിൽപ്പില്ലെന്ന് വന്നപ്പോ ദുർബലമായ ഹദീസുമായി അവർ വന്നിട്ടുണ്ട്, ഒരുപാട് ഹദീസുകളുമായി വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഒരു ദുർബലമായ പുൽക്കൊടിയാണ് യാ ഇബാദല്ലാഹ് അയ്യൂനി എന്ന് ഒറ്റപ്പെട്ട സ്ഥലത്ത് വിളിക്കാമെന്ന് ചില അവർ കൊണ്ടുവരികയും അത് സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയും അത് ശിർക്കിന് തെളിവാക്കി കൊണ്ടുവരികയും ചെയ്തു. അന്ന് മുതൽ തന്നെ, പ്രത്യേകിച്ച് ലോകത്തിന് ചർച്ചയായ സമയം മുതൽ തന്നെ അതിന് കൃത്യമായ മറുപടികൾ നമ്മൾ കൊടുത്തു പോന്നിട്ടുണ്ട്, സലഫി പണ്ഡിതന്മാർ കൊടുത്തു പോന്നിട്ടുണ്ട്. അതേ മറുപടി തന്നെയാണ് ആദ്യം 1971 ബഹുമാന്യനായ ഉമർ മൗലവിയുടെ ആ മാസികയിലൂടെ നമ്മൾ കൊടുത്തത്. അതിനുശേഷം ഓരോ പണ്ഡിതന്മാരുടെ മുമ്പിലും ആ വിഷയം വന്നപ്പോൾ അതിന് കൃത്യമായ മറുപടികൾ കൊടുത്തു. ആ ഹദീസ് ലഈഫാണ്, അതുകൊണ്ട് ഒരിക്കലും അമല് ചെയ്യാൻ പാടില്ല. എന്നാൽ അതിൽ ശിർക്കുണ്ടോ, അതിൽ ശിർക്കാകുന്ന ഒരു വിളിയുണ്ടോ? ഇല്ല. എന്നതിൽ അഭൗതികമായ തേട്ടത്തിനതിൽ തെളിവ് കാണാൻ സാധിക്കില്ല. മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, ബദരീങ്ങളെ വിളിക്കാൻ, മരിച്ചുപോയ മഹാന്മാരെ വിളിക്കാൻ അതിൽ തെളിവില്ല എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു. എന്നാൽ യാതൊരു നിലക്കും ഒരു ഘട്ടത്തിലും ജിന്നിനോടാകട്ടെ മലക്കിനോടാകട്ടെ ആ നിലക്കുള്ള അഭൗതികമായ തേട്ടങ്ങൾ ഒരു കാരണവശാലും പാടില്ല. കാരണം അത് ശിർക്കാണ്. ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, മലക്കിനോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥനയാകുന്ന സഹായവേട്ടം നടത്തുമ്പോൾ അത് ശിർക്കാണ്. ഇത് കേവലം ഭൗതികമായ കാര്യങ്ങളാണെങ്കിലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ആ ഭൗതികമായ കാര്യങ്ങൾ അതും ചോദിക്കാൻ ഒരു നിലക്കും പാടില്ല. അതൊരു മുസ്ലിമിന് പാടുള്ള കാര്യങ്ങൾ അല്ല തന്നെ. പിന്നെയും അതിന്റെ ഹുക്മ് ചോദിച്ച് തൗഹീദിൽ വസ്വാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. അവർക്കും മറുപടി കൊടുത്തു, അങ്ങനാണ്, അതുകൊണ്ട് ഹറാമാണ്, അത് നരകത്തിന്റെ മാർഗമാണ്, അതുകൊണ്ട് ആ വാതിൽ കൊട്ടിയടക്കണം എന്ന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുബൂരി പണ്ഡിതന്മാർക്ക് ഒരിക്കലും തന്നെ ശിർക്കിന് തെളിവ് പിടിക്കാൻ ഈ ദുർബലമായ ഹദീസുകൾ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, തൗഹീദ് അജയ്യമായി അചഞ്ചലമായി ഇവിടെ നിലനിൽക്കും. അത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, അത് പ്രപഞ്ചത്തിന്റെ സത്താവായ നാഥൻ അതിന് കൃത്യമായ തെളിവുകൾ ഇവർ സമർപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത്, സുരക്ഷിതത്വ ബോധം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഈ തൗഹീദ് രൂഢമൂലമാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഏതാണെന്നോ, ഈ ലോകം ഇതോടുകൂടി അവസാനിക്കില്ല. ഈ ലോകത്തിന് ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട്, അതാണ് പരലോകം. അവിടെയാണ് എനിക്കെന്നും ജീവിക്കാനുള്ളത് എന്ന ചിന്ത മനുഷ്യനുണ്ടാക്കി കൊടുത്താൽ അവനൊരു വലിയ ജീവിത വീക്ഷണമാണ് അവന് ലഭിക്കുന്നത്. പിന്നീട് അവന്റെ ജീവിതത്തിൽ തെറ്റുവരികയില്ല.
ില്ല അവൻ ഒരിക്കലും തന്നെ എയർപോർട്ട് തകർക്കുകയില്ല. അവൻ ഒരിക്കലും തന്നെ പാർലമെന്റ് ആക്രമിക്കുകയില്ല. നിരപരാധികളായ ആളുകളെ വധിക്കുകയില്ല. കാരണം എന്താ? ഈ ലോകത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. ഞാനിത് എവിടെ വെച്ച് ചെയ്താലും അത് പിടിക്കപ്പെടും എന്ന ഒരു ബോധം അവനുണ്ടാകും. അതാണ് പരലോകമെന്ന് പറയുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരിക്കുക തന്നെ ചെയ്യും. മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ജീവനുണ്ടല്ലോ. എപ്പോഴാണ് ഈ ജീവിതം തിരിച്ചെടുക്കുക? നമുക്കാർക്കും അറിയില്ല. പ്രസംഗിക്കുന്ന എനിക്ക് എപ്പോഴാണ് ഈ പ്രസംഗം പൂർണ്ണമാക്കാൻ സാധിക്കുമോ? അല്ലാഹു ആലം. എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്ന നിങ്ങൾക്കത് കേട്ട് പൂർത്തിയാക്കി തിരിച്ചു പോകാൻ കഴിയുമോ? അല്ലാഹു ആലം എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ജീവനോടെ തിരിച്ചു ചെല്ലുമോ, അതോ നമ്മുടെ മയ്യത്ത് അവിടേക്ക് തിരിച്ചെത്തുമോ? അല്ലാഹു ആലം എന്നേ പറയാൻ കഴിയുള്ളൂ. ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മനുഷ്യൻ മരിക്കുക എന്ന് ഒരാത്മാവിനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നതാണ്. വല്ലാത്തൊരു വാക്കാണത്. എല്ലാ നന്മകൾക്കും എല്ലാ തിന്മകൾക്കും കൃത്യമായ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് നാളെ പരലോകത്താണ്. ഈ ഒരൊറ്റ വിശ്വാസം ഉണ്ടാകുന്നതോടുകൂടി എന്തൊരു സമാധാനമുണ്ട് ജീവിതത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി. കാരണം എന്താ? നന്മ ചെയ്യുന്ന, ആരുമറിയാതെ ഒരുപാട് നന്മയുടെ ഭണ്ഡാരങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ചിത്രം പത്രങ്ങളിൽ വരുന്നില്ല, മീഡിയകൾ അവരെ കാണുന്നില്ല, ആരും അവരെ ആദരിക്കുന്നില്ല, ആരും അവർക്ക് അവാർഡ് കൊടുക്കുന്നില്ല. പക്ഷേ അവരെ കണ്ടറിയുന്ന, അവർ ചെയ്യുന്ന മുഴുവൻ നന്മകളും ഒപ്പിയെടുക്കുന്ന ഒരു പടച്ചതമ്പുരാന്റെ ക്യാമറയുണ്ട്. ആ വിശ്വാസമുണ്ടാകുമ്പോൾ എന്നെ ഒരാള് സ്വീകരിച്ചില്ല, എന്നെ ഒരാള് അഭിനന്ദിച്ചില്ല, എനിക്ക് വേണ്ടത്ര ഒരു പരിഗണന തന്നില്ല എന്നതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു വിഷയമേ അല്ല. കാരണം ഞാൻ ഇവിടെയുള്ള ആളുകളുടെ പരിഗണനയ്ക്ക് വേണ്ടി ചെയ്തതല്ല, ഞാൻ എന്റെ കുടുംബത്തിന്റെ കൈയടിക്ക് വേണ്ടി ചെയ്തതല്ല, എന്റെ സഹപ്രവർത്തകരുടെ നല്ല വാക്കിന് വേണ്ടി ചെയ്തതല്ല, ഞാൻ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഒരിക്കലും അയാളെ വേട്ടയാടുകയില്ല. പരിഗണനയും അവഗണനയും ഒരിക്കലും തന്നെ അയാളെ വേട്ടയാടപ്പെടുകയില്ല. അതുപോലെ തന്നെയാണ് തെറ്റ് ചെയ്ത ആളുകൾക്കും കൃത്യമായ ശിക്ഷ ഇവിടുന്ന് ഒരിക്കലും ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല. അത് നാളെ പരലോകത്താണ്. എവിടെയാണ് തീവ്രവാദം ജനിക്കുന്നത്? ഈ തവക്കുലിലുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, ഈ പരലോക വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ പിടികൂടുന്നില്ല എന്ന് പറഞ്ഞ് അതൊരു ഭരണ സംവിധാനം നിലവിലുള്ള രാജ്യത്ത് അതിനെയൊക്കെ തട്ടിമാറ്റി വേറെ സംവിധാനം ഉണ്ടാക്കി നിയമം കൈയാളുന്ന ഏതാനും ചില ആളുകളെ നമുക്ക് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അവരങ്ങനെ വിചാരിക്കുന്നത്? ഇവിടെ വെച്ച് ഇവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവർ ശാശ്വതമായി രക്ഷപ്പെട്ടു എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇല്ല, മറിച്ച് ഇവരെല്ലാം പിടിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. അത് പണ്ട് കുവൈത്ത് ആക്രമിക്കപ്പെടുകയും ഒരുപാട് ആളുകൾ അതിനിരയാവുകയും ചെയ്ത അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആരാണോ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും, അവരെ കൃത്യമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചെറുതും വലുതുമായ ഏതൊക്കെ സ്ഫോടനങ്ങളുണ്ടോ നമുക്കറിയാമല്ലോ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മഗ്‌രിബ് സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു നൂറ്റാണ്ട് കാലമായി പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും ഭീകരമായ ഒരു രംഗം പേരാമ്പ്രക്കടുത്ത് സംഭവിക്കുകയുണ്ടായി. പേരാമ്പ്രക്കടുത്ത് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പ്രഭാഷകന് നേരെ, ചുഴലി സലാഹുദ്ദീൻ മൗലവി എന്ന് പറയുന്ന ഒരു പ്രഭാഷകന് നേരെ ഒരു പെട്രോൾ ബോംബ് ആക്രമണം, ഒറ്റപ്പെട്ട ആക്രമണങ്ങളും മാലപ്പടക്കമെറിഞ്ഞ് കഴുത്തിലേക്കിട്ട് പൊട്ടിച്ചതുമൊക്കെയുള്ള സംഭവങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു സമ്മേളനത്തിന്റെ വേദിയിലേക്ക് ഇരുട്ടിന്റെ മറവിൽ നിന്ന് ബോംബെറിയുക എന്ന രീതി ചരിത്രത്തിൽ ആദ്യമാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണം എവിടെ നിന്നാലും എവിടെ തുടർന്നാലും എവിടെ അവസാനിച്ചാലും ഇല്ല, അതിന്റെ പ്രതികളുണ്ട്, അതിന്റെ ഇരുട്ടത്ത് പ്രവർത്തിച്ച ശക്തികളുണ്ട്. ആ ശക്തികളെയൊക്കെ കൊണ്ടുവരുന്ന ഒരു ദിനം വരാനുണ്ട്. ഖിയാമത്ത് നാളിലാണ് നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുന്നതെന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം സ്വീകരിക്കുമ്പോൾ വല്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധമാണ് നമുക്കുണ്ടാകുന്നത്. ഇല്ലേ? കേരളത്തിൽ കുറച്ചു മുമ്പ് ഒരു വലിയ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഒരു IPS ഉദ്യോഗസ്ഥൻ സിബി മാത്യു എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. എന്താണ് ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്?
കേരളത്തിലെ ആത്മഹത്യകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനമാണ്. ആ പഠനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും ഇടുക്കി പോലെ ഉള്ള ജില്ലകളിലുമൊക്കെയാണ് കൂടുതൽ ആത്മഹത്യയുടെ നിരക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ 14 ജില്ലകളിൽ ആത്മഹത്യയുടെ ശതമാനം കുറവുള്ള ഒരു ജില്ലയായി അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് മലപ്പുറം ജില്ലയാണ് എന്നാണ്. ആ മലപ്പുറം ജില്ലയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, മുസ്ലിമല്ല. പക്ഷേ പഠനത്തിന്റെ റിപ്പോർട്ട് അയാൾ കൃത്യമായി അവിടെ പങ്കുവച്ചു. എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യകൾ കുറയുന്നു? അദ്ദേഹം അതും പഠിച്ച് അദ്ദേഹം അതിന്റെ അവസാനം പരിഹാരമായി പറഞ്ഞത്, ഇവിടെ 65 മുതൽ 70% മുസ്ലിമീങ്ങളാണ് മലപ്പുറം ജില്ലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിമീങ്ങൾക്ക് 2 വിശ്വാസങ്ങൾ കൈമുതലായിട്ടുണ്ട്. ഒന്ന് ദൈവവിശ്വാസം, അചഞ്ചലമായ ദൈവവിശ്വാസികളാണ്, ഏകദൈവ വിശ്വാസികളാണ് അവർ. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത്, അവർ ഒരു വരാനിരിക്കുന്ന ലോകത്തിൽ അവർ വിശ്വസിക്കുന്നു, പരലോകത്തിൽ അവർ വിശ്വസിക്കുന്നു. ആ പരലോക ജീവിതം അവർക്ക് വലിയ ധൈര്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് പോരടിക്കുവാൻ, അത് തകർന്നു പോകാതെ നിലനിൽക്കൊള്ളുവാൻ അവർക്ക് സാധിക്കുന്നു എന്നതിന്റെ കാരണമായി പറഞ്ഞത് ഈ പരലോക വിശ്വാസമാണ്. അതെ, ആത്മഹത്യകൾ എന്തുകൊണ്ടുണ്ടാകുന്നു? ഇതാണ് ജീവിതമെന്ന് വിചാരിച്ചു പോയി ചില ആളുകൾ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ തന്നെ എല്ലാം നേടണമെന്ന് വിചാരിച്ചു. എല്ലാ അംഗീകാരങ്ങളും ഇവിടുന്ന് കിട്ടണം, എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് കിട്ടണം. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോയാൽ എല്ലാം പരാജയപ്പെട്ടു എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ജയിക്കാത്തതിനല്ല ആത്മഹത്യ ചെയ്യുന്നത്, 2ാം റാങ്ക് കിട്ടിയതിന്, 1ാം റാങ്ക് കിട്ടാതെ പോയതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തേ കാരണം? ആ കുട്ടിയുടെ മനസ്സിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയിൽ ആ 1ാമത്തെ റാങ്ക് നേടുക എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ആ കുട്ടിയുടെ മനസ്സിലില്ല. അപ്പൊ അത് കിട്ടാതെ പോയപ്പോ പിന്നെന്തിനാ ഞാൻ ജീവിക്കുന്നത്? അല്ലേ? ഇപ്പൊ എവിടെ വരെ എത്തിയ ചിന്ത? ഒന്ന് പുനർവിചിന്തനം നടത്തണം. സുധീർ മാത്യു പറഞ്ഞ ആ റിപ്പോർട്ട് നമ്മളൊന്ന് പുനർവിചിന്തനം നടത്തണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇന്ന് വളർന്നു വരുന്ന മുസ്ലിം കുട്ടികളിൽ ഈ ഒരു നിർഭയത്വ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ ഈ സമ്മേളനം വളരെ ഗൗരവത്തോടുകൂടി പഠനങ്ങളും ചില തുടർ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട്. ചില കുട്ടികൾ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇന്ന മൊബൈൽ ഫോണുകൾ വേണം, ഇന്ന കമ്പ്യൂട്ടറുകൾ വേണം, ഇന്നയുള്ള സൗകര്യങ്ങളുള്ള സംവിധാനങ്ങൾ വേണം, അതുപോലെയുള്ള വാഹനങ്ങൾ വേണം. അവരാവശ്യം ഇന്ന് രാവിലെ പറഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴേക്കും അവർക്ക് കിട്ടിക്കൊള്ളണം. ഇല്ലെങ്കിലോ ഈ അടുത്തൊരു അതിനൊരു പരിചയക്കാരനായ ഒരാളുടെ വീട് സന്ദർശിച്ചു. ആ വീട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ, 1-2 ദിവസമേ ആയിട്ടുള്ളൂ. അതിന് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പിന്നീട് ചെന്നത്. അപ്പൊ അവിടെ എല്ലാ സാധന സാമഗ്രികളും വാങ്ങി വെച്ചിട്ടുണ്ട്, നല്ല കമ്പ്യൂട്ടറും സൗകര്യവും എല്ലാം ഉണ്ട്. ഞാൻ വെറുതെ ചോദിച്ചു, വീട് കുടിയിരുന്നപ്പോഴേക്കും എല്ലാം വാങ്ങിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാ, വാങ്ങിയതല്ല, വാങ്ങിച്ചതാണ്. ആര് വാങ്ങിച്ചു? അവിടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 6ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയുണ്ട്. അവളെ ചൂണ്ടിക്കൊണ്ട് പറയാ, അതാ അവള് വാങ്ങിച്ചതാണ്. എന്താ വാങ്ങാൻ കാരണം? അവള് മിഞ്ഞാന്ന് പറഞ്ഞു, കുടിയിരിക്കുന്ന അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു, എനിക്കൊരു കമ്പ്യൂട്ടർ വേണം. മോളെ വാങ്ങാം, ഞാൻ അടുത്ത ആഴ്ച കോയമ്പത്തൂർ പോകുന്നുണ്ട്, പോയി വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം. ഇല്ല, ഒരാഴ്ച കാത്തു നിൽക്കാൻ എനിക്കാവില്ല, എനിക്ക് നാളെ കമ്പ്യൂട്ടർ കിട്ടണം. അപ്പൊ വാപ്പ ചൂടായി, ഇല്ല ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞെങ്കിലും അദ്ദേഹം പറയാ, എനിക്ക് ഭയങ്കര പ്രയാസം, കുട്ടി പറഞ്ഞ വാക്ക് കേട്ടിട്ട് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എന്താ കുട്ടി പറഞ്ഞ വാക്ക്? എനിക്ക് നാളെ കമ്പ്യൂട്ടർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാ നമ്മുടെ പുതിയ വീടിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ കയറി ഞാൻ താഴേക്ക് ചാടും. അത് മനസ്സിൽ ഒരു ദുസ്വപ്നമായി രാത്രി ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കുട്ടികളല്ലേ, അങ്ങനെ അങ്ങ് ചെയ്താലോ? എനിക്കുറക്കം വന്നില്ല. ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ പോയി ഞാൻ ഈ കമ്പ്യൂട്ടർ വാങ്ങിക്കൊണ്ടുവന്നു. അതെ, കുട്ടികൾ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ നേടുന്ന ഒരു സാഹചര്യം, ഇത്തരം ഒരു ദുർബലമായ ഒരു മനസ്ഥിതിയിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന മക്കൾ പോകുന്നുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടികൾക്ക് ലഭിക്കാതെ പോകുന്നത്? ഈ ചെറുപ്രായത്തിൽ അവർക്ക് സുരക്ഷിതത്വബോധം നഷ്ടപ്പെടാനുള്ള കാരണമെന്ത്? ഇവിടെയാണ് ഈ പ്രവാസികളായ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ജോലിയുടെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസവും മതബോധവും കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ ഈ മക്കൾക്ക് വേണ്ടി വെയിൽ കൊള്ളുന്നു നമ്മൾ, ഈ മക്കൾക്ക് വേണ്ടി കുടുംബത്തിലെ ബന്ധങ്ങൾ നമ്മൾ അറ്റിമുറിച്ചിരിക്കുന്നു.
ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാസികളായി ഒരുപാട് നരകയാതനകൾ അനുഭവിക്കുന്നു. ധ്വംസത്തിന് വേണ്ടി വളർന്നു വരുന്ന ഈ പിഞ്ചോമന മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. പക്ഷേ അവരതനുഭവിക്കാൻ ബാക്കിയുണ്ടാവാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അവർ വളർന്നു വരുന്നത് എങ്കിൽ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ? ആർക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഈ കുവൈത്തിൽ തന്നെ ഒരു അനുഗ്രഹീതമായ സിറ്റിയാണിത്, ഒരു അനുഗ്രഹീതമായ ഒരു സ്ഥലമാണിത്. എന്തുകൊണ്ട്? ഇത്തരം മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും പകർത്തുവാനും അനവധി മദ്രസ സൗകര്യങ്ങളും CRE സെന്ററുകളും QHLS സംവിധാനങ്ങളും ഇതുപോലെയുള്ള തുടർച്ചയായ മതബോധവൽക്കരണ പരിപാടികൾ കൊണ്ടും സമ്പന്നമായ ഒരു സ്ഥലമാണ് ഈ കുവൈത്ത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിട്ടും നമ്മുടെ മകൻ അതിൽ പഠിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ അതിലേക്ക് പോകുന്നുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കൾ അതിലേക്ക് വരുന്നുണ്ടോ? അവരെ നമ്മളതിലേക്ക് വിളിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അതല്ല, നമ്മുടെ തിരക്കുകൾക്കിടയിൽ കുട്ടികളെ റൂമിൽ പൂട്ടിയിട്ട് അവരവരുടെ ലോകത്ത്, കമ്പ്യൂട്ടറിന്റെ ലോകത്ത്, അവർ ഇന്റർനെറ്റിന്റെ ലോകത്ത്, അതുപോലെ കാർട്ടൂണുകളുടെ ലോകത്ത്, മാറി മാറി വരുന്ന ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വേറൊരു പാളത്തിലൂടെ, റെയിൽ പാളത്തിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. മറ്റൊരു പാളത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണോ? ഒരിക്കലും കൂട്ടിമുട്ടാതെ. പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി വരാനിരിക്കുന്ന ഭാവി, ഈ പരലോക വിശ്വാസം ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറിയിട്ടില്ല എങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ ഇതാരെങ്കിലും നടത്തട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. ആരെങ്കിലൊക്കെ നടത്തണമെങ്കിൽ ഞാൻ കൂടിക്കൊടുക്കാനല്ല വിചാരിക്കേണ്ടത്. ഇത് നടക്കൽ ആവശ്യമാണ്. ഇതാരുടെ ആവശ്യമാണ്? ലോകത്തിന്റെ ആവശ്യമാണ്, മനുഷ്യരുടെ ആവശ്യമാണ്, ഓരോ കുടുംബത്തിന്റെയും ആവശ്യമാണ്. ഇത് ഏതെങ്കിലും സംഘടനാ പക്ഷപാതിത്വത്തിന്റെ ഭാഗമായിക്കൊണ്ടല്ല, ഇത് സങ്കുചിതമായ കേവലമായ വീക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ടല്ല, ഇത് പച്ച മനുഷ്യർ അനുഭവിക്കുന്ന പച്ചയായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരലോക വിശ്വാസം, ഈ തൗഹീദിന്റെ വിശ്വാസം, അത് നമ്മുടെ മക്കൾക്ക്, അയൽവാസികൾക്ക്, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതിനെന്ത് വേണം? നമുക്ക് വിവരമുള്ളവർ വിവരം പറഞ്ഞു കൊടുക്കട്ടെ. പല ആളുകളും പറയാറുള്ളത്, എനിക്ക് വിവരമൊന്നുമില്ല, ഞാൻ പണ്ഡിതനൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ എന്താ അതിൽ ചെയ്യാൻ? എന്നാ സഹോദരങ്ങളെ, പഴയ കാലമല്ല ഇപ്പോ. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, ഇത് മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനൊരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കുവൈത്തിൽ തന്നെ നടക്കുന്ന ഒരുപാട് പരിപാടികൾ, ഇതിലൂടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് ക്ഷണിക്കാൻ, ഇതിന്റെ ഒരു കത്ത് കൊടുക്കാൻ, ഒരു CD കൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? ഒരു ക്ലാസ് നടക്കുമ്പോ അതിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ലേ? ഇതിന് കഴിയാത്തവരാരാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഈ ശ്രോതാക്കളിലുള്ളത്? അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതേ കേവലം ചില പണ്ഡിതന്മാരുടെ, ചില സംഘടനാ പ്രവർത്തകന്മാരുടെ ഒരു പരിപാടി മാത്രമല്ല, ഇത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. 4 കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാണെന്നാണ് അല്ലാഹു പറയുന്നത്. 1 വിശ്വാസം, 2 അതനുസരിച്ചുള്ള അമലുസ്വാലിഹാത്ത്, 3 ഈ വിശ്വാസവും അമലുസ്വാലിഹാത്തും കിട്ടാത്ത ആളുകൾക്ക് അത് അറിയിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം, 4 ആ രംഗത്ത് വരുന്ന വിഷമങ്ങൾ സഹിക്കുക എന്നതാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ആരൊഴിച്ച്? 4 വിഭാഗമൊഴിച്ച്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്. വിശ്വസിക്കുകയും അമലുസ്സാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്തവർ ഒഴിച്ച് ബാക്കിയൊക്കെ നഷ്ടത്തിലാണ് എന്നല്ല, മറിച്ച് 2, 3, 4 കാര്യങ്ങളോട് പറഞ്ഞു. ഈ കേൾക്കിട്ടുകൊണ്ടിരിക്കുന്ന, അടുത്തു നിന്നും അകലെ നിന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് മനസ്സിലോട് ചോദിക്കുക, എന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും അങ്ങനെയുള്ള ഇബാദത്തുകളും അല്ലാതെ ഈ ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കുന്നുണ്ട്? നമ്മുടെ സമ്പത്തിൽ നിന്ന് എത്ര ഭാഗം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? ഒന്നെല്ലാവരും ഒന്ന് ആലോചിച്ചേ. എന്നാലോചിച്ച സഹോദരങ്ങളെ, ആ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. വിശ്വസിക്കുക, അമൽസാരിയാത്ത് മാത്രമല്ല, ഈ സത്യം, ഈ ഹക്ക് പരസ്പരം ഉപദേശിക്കണം. അത് ഉപദേശിക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും. ആ പ്രയാസം സഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ബുദ്ധിമുട്ടൽ സഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഒഴിവ് സമയം നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കണം. നമ്മുടെ എന്താണോ അള്ളാഹ് നമുക്ക് തന്ന നിയമത്ത് അത് ഇതിനു വേണ്ടി കൊടുക്കണം. ചില ആളുകൾക്ക് വിവരം കയ്യിലുണ്ടാകും, ചില ആളുകൾക്ക് സംഘാടന ശേഷി കയ്യിലുണ്ടാകും, ചില ആളുകൾക്കാണെങ്കിലോ സമ്പത്താണ് കയ്യിലുണ്ടാവുക. അത് ഈ മാർഗത്തിൽ കൊടുക്കേണ്ടതുണ്ട്. സാന്ദർഭികമായ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കട്ടെ. ഈ വിവര വിജ്ഞാനം നമ്മുടെ മക്കൾക്ക്, ആധുനിക തലമുറക്ക് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ പഠിപ്പിക്കുവാനുള്ള സ്ഥാപനങ്ങൾ വിദേശത്തും സ്വദേശത്തുമൊക്കെ
ഇനിയും അനിവാര്യമാണ്. കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുക വിജ്ഞാനത്തിന്റെ പരിച കയ്യിലുള്ളവർക്ക് മാത്രമേ ഇനി വരും കാലത്ത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ദഅവാ രംഗത്തുള്ള എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ മുഴുവൻ വിജ്ഞാനമാകുന്ന പരിച കൊണ്ട് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് നാം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി കേരളത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു വലിയ ജാമിയ, വലിയൊരു മതവിദ്യാഭ്യാസ കേന്ദ്രം, അറിയപ്പെടുന്ന ലോകത്തിന് പുറത്തുനിന്ന് കേരളത്തിന് പുറത്തറിയപ്പെടുന്ന, ഇന്ത്യക്ക് പുറത്തറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു വലിയ സ്ഥാപനം നമ്മുടെ ആളുകളുടെ, നമ്മുടെ പണ്ഡിതന്മാരുടെ, നമ്മുടെ സംഘാടകരുടെ മനസ്സിൽ ഉദയം ചെയ്തിട്ടുണ്ട്. ഏതൊരു പദ്ധതിയും ആദ്യം മനസ്സിലാണ് ജയിക്കേണ്ടത്. മനസ്സിൽ ഒരു കാര്യം ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തന രംഗത്ത് പിന്നീട് ജയിക്കാൻ പ്രയാസമുണ്ടാവുകയില്ല. ആ സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ അതിന് പറ്റുന്ന യോജിച്ച ഒരു സ്ഥലം നമ്മൾ ഇപ്പോൾ അഡ്വാൻസ് കൊടുത്ത് ഏകദേശം 10 ഏക്കർ സ്ഥലത്തിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം നമുക്ക് കൈവശപ്പെടുത്തണം. ഏകദേശം 1000 സെന്റ്. ആ 1000 സെന്റിന് കലശനായി നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വഖഫ് ചെയ്യാനുള്ള ഒരു രീതിയാണ് അതിന്റെ പിരിവിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. 35,000 രൂപയാണ് ഒരു സെന്റിന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും, ഇത് ബൈലക്സിലൂടെയും അതുപോലെ തന്നെ ഈ മഹാസമ്മേളനത്തിലുമൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും സ്വന്തമായി ഒന്ന് ചിന്തിക്കുക. എനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? എനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? സമ്പത്ത് എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഒരു വിരുന്നുകാരനാണ്. ഒരു വിരുന്നുകാരൻ മാത്രമാണ്. അത് അല്ലാഹു പരീക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സംഗതി മാത്രമാണ്. അത് നമ്മുടേതല്ല. നമുക്കൊരു തോന്നലുണ്ട് സമ്പത്തിന്റെ ഉടമ നമ്മളാണ് എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു സഹാബത്തിനോട്. ഒരു ചോദ്യം, വളരെ കൃത്യമായ ഒരു ചോദ്യം. നിങ്ങളുടെ സ്വത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, അതോ നിങ്ങളുടെ അനന്തരാവകാശിയുടെ സ്വത്തിനെയാണോ? നിങ്ങളുടെ സ്വത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, അതോ അനന്തരാവകാശിയുടെ സ്വത്തിനെയാണോ? ഉടൻ സ്വഹാബത്ത് മറുപടി പറഞ്ഞു, എന്താ സംശയം, ഞങ്ങളുടെ സ്വത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അനന്തരാവകാശിയുടെ സ്വത്തിനെയല്ല. അപ്പൊ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, ഏറ്റവും വലിയ ടീച്ചറാരാ, ഏറ്റവും വലിയ അധ്യാപകനാരാ? മനഃശാസ്ത്രപരമായി ആളുകളിൽ ഇടപെടാൻ കഴിയുന്ന ആ അധ്യാപകനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണല്ലേ ഇഷ്ടം? എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളുടെ സ്വത്തേതാണ്, അനന്തരാവകാശിയുടെ സ്വത്തേതാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വമാനുഹു മാ ഖദ്ദമ, നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ മുൻകൂട്ടി ചെലവഴിച്ചതാണ്. വമാനു വാരിസിഹി മാ അഖറ, നിങ്ങൾ ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെച്ചതുണ്ടല്ലോ, അത് നിങ്ങളുടെ അനന്തരാവകാശിയുടെ സ്വത്താണ്. അത് നിങ്ങളുടെ അനന്തരാവകാശിയുടെ സ്വത്താണ്. നമ്മുടെയൊക്കെ ധാരണ എന്താ? നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ എടുത്തു വെച്ചത് നമ്മുടേതും ചെലവഴിച്ചത് പോവുകയും ചെയ്തു എന്നുള്ള ഒരു മനസ്സാണ് പൊതുവെ സമൂഹത്തിലുള്ളത്, അല്ലേ? ഒരാൾ, നമ്മുടെ ഒരു കൂട്ടം ആളുകൾ വാഹനത്തിൽ നമ്മുടെ വീട്ടിൽ കലക്ഷന് വേണ്ടി വന്നു, മതപരമായ ഒരു കാര്യത്തിന് കലക്ഷന് വേണ്ടി വന്നു. അവര് വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോ നമ്മൾ അവർക്ക് ഒരു 10,000 രൂപ കൊടുത്തു. 1,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, 10,000 രൂപ നമ്മൾ കൊടുത്തു. അല്ലെങ്കിൽ ഒരു 1000 രൂപ നമ്മൾ കൊടുത്തു. അത് കൊടുത്ത് അത് അവരും കൊണ്ട് പോയി. ചില ആളുകൾക്ക് ഭയങ്കര വിഷമ, എന്റെ 1000 ആണല്ല പോണത്, അല്ലേ? ഒരു പുഴയ്ക്ക് മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ 1000ന്റെ നോട്ടെടുത്തിട്ട് ചുരുട്ടി ആ പുഴയിലേക്ക് എറിഞ്ഞാൽ അതിങ്ങനെ ഒലിച്ചു പോകുമ്പോൾ ഒരു മനസ്സിങ്ങനെ എന്താ, എന്റെ 1000 ഉറുപ്പ്യാണ് പോണത്, അല്ലേ? വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും. അതേപോലെ കാശ് പിരിച്ചു പോകുമ്പോൾ എന്റെ കാശ് അതാ പോണു, അല്ലേ? അത് പോയി, കാറ് കയറിപ്പോയി. അത് സാധാരണക്കാർ ചില ആൾക്കാർ പറയലുണ്ട് തമാശയായിട്ടാണെങ്കിലും. ഒരു കലക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം കാണുമ്പോൾ ചോദിക്കും, ഒരു കലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ കണ്ടിരുന്നോ? ആ കൊടുത്ത കാശ് ആരോടെ ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സമാധാനം ഉണ്ടാവില്ല ചില ആൾക്കാർക്ക്. നിങ്ങൾ ചോദിക്കും, നിന്റെ അടുത്ത് വന്നീനോ? എന്റെ അടുത്ത് വന്നു, എന്റെ 10,000 പോയി, എന്റെ 5,000 പോയി, മറ്റേ എന്റെ 5,000 പോയി. യഥാർത്ഥത്തിൽ ആ പറഞ്ഞത് പോയി, സംശയിക്കേണ്ട കാര്യമില്ല. ഇതാണ് മനോഭാവം എന്ന് പറയുന്നത്. കൊടുത്തത് പോയി എന്നാണ് വിചാരം. അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കൊടുത്തത് കിട്ടി എന്നാണ്. നിങ്ങൾ കൊടുത്തതാണ് നിങ്ങളുടേത്. ഒരു നൂലിങ്ങനെ കെട്ടിയിട്ട് ആ നൂലുമേ കൂടി സാധനം ഇങ്ങനെ റോപ്പ് വേല് വരലുണ്ടല്ലോ സാധാരണ, അങ്ങനെ വന്ന ഒരു സാധനത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുപോലെയാണ് സമ്പത്ത്. ആ സമ്പത്ത് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും അവിടെ. എന്നിട്ട് നമ്മളെ മുമ്പിൽ നിന്ന് അടുത്ത ആളെ മുമ്പിൽ പോകും. നമ്മളെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അതിന് എടുത്തിട്ട് നമ്മൾ ദാനം ചെയ്തത് നമ്മളെ ഖബറിൽ നാളുണ്ടാവും.
മനസ്സിലായോ? അല്ലാതെ ഇതാർക്കും കൊടുക്കാതെ എങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചാൽ അത് അവസാനം അതിന്റെ അനന്തരാവകാശികൾ എടുക്കും. അവർ നല്ല ആൾക്കാരാണെങ്കിൽ നല്ല വഴിക്ക് ചെലവഴിക്കും. പക്ഷെ അപ്പോഴും അത്ര പ്രതിഫലം നമുക്ക് കിട്ടൂല. അല്ല, ഇവർ ഇത്തരം വിശ്വാസമൊന്നും ഇല്ലാത്തവരാണെങ്കിലോ നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചത് എല്ലാം അവർ ദൂർത്തടിച്ച് കഴിയുകയും ചെയ്യും. ഒരു വ്യക്തി പറഞ്ഞത് എന്താ അറിയോ? ചെറുപ്പക്കാരൻ പറഞ്ഞത്, മൂക്കറ്റം കുടിച്ചു നടക്കും, വലിയ തറവാട്ടിലെ ആളാ. ആളുകളൊക്കെ ഒന്ന് ഉപദേശിച്ചു, ചെങ്ങായി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ദേഷ്യം പിടിച്ച് അവൻ പറയാണെന്ത്, ഞാൻ വിൽക്കും, ഇനിയും ഭൂമി വിൽക്കും, ഞാൻ കുടിക്കും, അവസാനം ഇതാ ഇത്ര പോകുന്ന ഒരു ബോട്ടിൽ വിഷത്തിന് കാശ് ബാക്കിയാകുന്നത് വരെ ഞാൻ കുടിക്കും, തലക്കും, അവസാനം ഞാൻ ഇത് കുടിച്ചു മരിക്കും ചെയ്യും. അവന്റെ വാപ്പ ഉണ്ടാക്കിയ മുതലാണ്. ആ വാപ്പയായിട്ട് ആർക്കും കൊടുത്തതുമില്ല, മകൻ ഇങ്ങനെ ദൂർത്തറിക്കും ചെയ്തു. എന്ത് അതുകൊണ്ട് കാര്യം ഉണ്ടായി? അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മുടേതായ ഒരു സമ്പാദ്യം വേണം. ഞാൻ പറയട്ടെ, അങ്ങനെ മനസ്സുള്ളവർക്കിതാ ഒരു വലിയ അവസരമാണ് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. 35,000 രൂപ ഒരു വഖഫാണ്. നമ്മൾ ഒരു ഭൂമി വഖഫ് ചെയ്യുകയാണ്, ഒരു സെന്റ് വഖഫ് ചെയ്യുകയാണ്. ഖിയാമത്ത് നാൾ വരെ നമ്മുടെ മരണശേഷവും നിലനിൽക്കുന്ന ആ സ്ഥാപനത്തിൽ അവിടെ വെച്ചുകൊണ്ട് എത്ര ദീന് പഠിക്കുന്നുവോ, ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവോ, അതിന്റെ ഒരു കൂലി നമുക്ക് കിട്ടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നാമാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിച്ചതിനു ശേഷം ജീവിപ്പിക്കുന്നത്. വനക്തുബു, നാം എഴുതി വെക്കുകയും ചെയ്യുന്നു. മാ ഖദ്ദമൂ വആസാറഹും, നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രമല്ല, ആ പ്രവർത്തനം മുഖേന അതിന്റെ ആസാറുകളും അതിന്റെ അനന്തര ഫലങ്ങളും നിങ്ങളുടെ വ്യക്തമായ ഒരു രേഖയിൽ നാം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ മുഖേന ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് ഖബറിലേക്ക് എന്നും വന്നുകൊണ്ടിരിക്കും. 3 കാര്യം ഖബർക്ക് പോകും, 2 തിരിച്ചു പോരും, 1 മാത്രം ബാക്കിയാകും. അത് അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു വലിയ സംഗതിയാണ് സുഹൃത്തുക്കളെ ഇത്. എപ്പോഴാ ദാനം ചെയ്യേണ്ടത് അല്ലേ? ഇത് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പൊ കടന്നു വരുന്നത് എന്താ? സംഗതി കഴിഞ്ഞ മാസമാണെങ്കിൽ പറ്റിയിരുന്നു, ഇപ്പൊ കുറച്ച് ഡള്ളാണ്, ബിസിനസ് കുറച്ച് മോശമാണ്, ഇപ്പൊ കുറച്ചൊരു പ്രയാസത്തിലാണ് അല്ലേ? അതാണ് നമുക്ക് മനസ്സിൽ ശൈത്താൻ ആദ്യം തോന്നിപ്പിക്കുക. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഏറ്റവും നല്ല ദാനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയും ഒയിനയെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും വലിയ ദാനമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സുണ്ടാവും, വിടുത്തം കൊടുക്കണതാണെന്ത്? അവിടെ ആണ് ഏറ്റവും വലിയ ദാനം. അത് നാളെ പരലോകത്തുണ്ടാകും. അതിന് പറ്റുന്നൊരു സംഗതിയാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ളത്. ഏതൊരു സാധാരണക്കാരനും കഴിയണതാണ് ഞാൻ ഈ 35,000 റുപ്യ എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ 2-3 മാസം കൊണ്ട് ഗഡുവായി കൊടുത്താലും മതി. പക്ഷേ പല ആളുകൾക്കും ഒരു 10 സെന്റെങ്കിലും കഴിയുന്ന ആളുകളില്ലേ? ഒരു 10 സെന്റിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടെ? 1000 സെന്റുകൾ ഇതാ ഇങ്ങനെ കേരളത്തിൽ ഓരോരുത്തർ ഞാൻ തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഇടം അതിലുണ്ടാകാൻ ഓരോരുത്തരും ആലോചിക്കണം. ഇന്ന് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ മതപ്രബോധനം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും വ്യക്തിപരമായ ആരുടെയെങ്കിലും മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ഒരു ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദഅവത്തിന്റെ രംഗത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ഈ മത സുരക്ഷയാണ് എന്ന ഈ ഒരു സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. അതിന്റെ പ്രവർത്തകന്മാരായി മാറണം. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ആശങ്ക കൂടി ഞാൻ തീർക്കാൻ ഉദ്ദേശിക്കുകയാണ്. മതരംഗത്ത്, പ്രബോധന രംഗത്ത് മതരംഗം കലാപമല്ലേ, കച്ചറയല്ലേ, ബഹളമല്ലേ, ഇല്ലേ? അവിടെ പിരിച്ചുവിടലല്ലേ, ഇവിടെ പുറത്താക്കലല്ലേ, അവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കല്ലേ? ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ഇതൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് വരാം, എന്നിട്ടാവാം പ്രവർത്തനം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ. എന്നാ കേൾക്കണോ? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പ്രബോധന രംഗത്തുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ഇസ്ലാമിന്റെ ആദ്യകാലം മുതൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഫിത്നകൾ ഉണ്ടാകുന്നത്? എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ ഒരു സുന്നത്തിന്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് പ്രശ്നമുണ്ടായത് നന്നായി എന്ന് പറയാനല്ല, മറിച്ച് നമ്മൾ മതപരമായ ഒരു തത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഏതൊരു വിഷയം വരുന്നതും ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട് നാം എവിടെ നിൽക്കുന്നുവെന്ന് നാം തീരുമാനമെടുക്കാൻ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അല്ലാഹു പറയാ,
പരീക്ഷിക്കുന്ന പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലി മുസ്ലിമായി അങ്ങനെ അങ്ങ് ജീവിച്ച് അങ്ങനെ സുഖമായിട്ട് മരിക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ അങ്ങ് വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പരീക്ഷിക്കാതെ വെറുതെ വിടുമെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഹസിബന്നാസു അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. أحسب الناس أن يتركوا أن يقولوا آمنا. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ അങ്ങ് വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ. പരീക്ഷിക്കപ്പെടാതെ വിടുമെന്ന് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരീക്ഷിക്കപ്പെടാതിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഫലയഅലമന്ന എന്തിനാ പരീക്ഷണം? നിങ്ങളിൽ ആരാണ് സത്യം പറയുന്നതെന്ന് നോക്കാൻ. നിങ്ങളിൽ ആരാണ് കളവ് പറയുന്നതെന്ന് പരീക്ഷിക്കാൻ. അതെ, അതൊരു ഘട്ടം വരുമ്പോഴാണല്ലോ ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാകുക, അല്ലേ? നല്ല ആളാന്ന് പറയും, ഒരു സാമ്പത്തിക ഇടപാട് നടത്തി വെക്കുമ്പോഴാണ് അയാളുടെ സ്വഭാവം ആ രംഗത്ത് മനസ്സിലാകുക, അല്ലേ? നല്ല സമൂഹമാണെന്ന് പറയും, ഒരു സമൂഹത്തിലെ സത്യവും അസത്യവും അർദ്ധസത്യവും ശ്രോതാക്കൾ പരീക്ഷിക്കപ്പെടുകയാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കണോ വേണ്ടത്? അല്ല, ആ പറയുന്നതിൽ സത്യം ഏതാണ്? ആരാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? ആരാണ് അർദ്ധസത്യങ്ങൾ പറയുന്നത് എന്ന് തനിക്ക് പടച്ചുതമ്പുരാൻ തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഹക്ക് മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിൽക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. എന്തിനാണ് ജീവിതം? എന്തിനാണ് മരണം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ജീവിതത്തെയും മരണത്തെയും ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് ആരാണ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് പരീക്ഷിക്കാനാണ് എന്നാണ്. അതെ, സത്യവും അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കലർത്തുമ്പോൾ അതിൽ ഹക്ക് ഏതാണ്, അതിൽ സത്യമേതാണ് എന്ന് കണ്ടെത്താൻ CD ആവർത്തിച്ച് കാണുന്നവൻ ആരാണ്? ലഘുലേഖ ആവർത്തിച്ച് വായിക്കുന്നവൻ ആരാണ്? അതോ എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും അറിയണ്ട, എന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവൻ ആരാണ്? ഈ റിസ്ക് അനുഭവിക്കാത്തവൻ ആരാണ് എന്ന് തന്നെയാണ് പടച്ചോ നോക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതൊന്നും പറഞ്ഞ് മാറിക്കാൻ പറ്റൂല. കാരണം ഈ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. ഈ പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ സുഹൃത്തുക്കളെ, നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. മരിച്ചു പോകുമ്പോ നമുക്ക് ഈ കാര്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ മരിച്ചാൽ സഹോദര, ഖബറിൽ നമ്മളാ കൊടുങ്ങുക. അവിടെ വെച്ച് അവിടെ പ്രബോധന രംഗത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല പടച്ചോനെ എന്ന് പറഞ്ഞാൽ പറ്റൂല സുഹൃത്തുക്കളെ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മളാണ് ഈ പ്രശ്നമൊക്കെ കൈകാര്യം ചെയ്തിട്ട് അവസാനം എന്താകുക നോക്കട്ടെ. അങ്ങനെ ചില ആൾക്കാർ ഇത് എവിടേക്ക് എത്തുക നോക്കട്ടെ, നോക്കിയിട്ട് അവസാനം തീരുമാനിക്കുക. ആരാ സഹോദര അങ്ങനെ ഒരു ധൈര്യം നമുക്ക് തന്നത്? ഇന്ന് നമ്മൾ മരിച്ച എന്താ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ ബഹുമാന്യനായ ജാബിർ കായക്കൊടി എന്ന് പറയുന്ന സഹോദരൻ സുഹൃത്ത് തിരുവനന്തപുരത്ത് വെച്ച് പെട്ടെന്ന് ഒരു ആക്സിഡന്റിലല്ലേ മരിച്ചത്. വൈകുന്നേരം ഒരു 4 മണി സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരുപാട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് ശേഷം ഞാൻ നിങ്ങളെ വിളിക്കും, എനിക്ക് നിങ്ങളോട് സംസാരിക്കാണ്ട് സമയം തരണം, നിങ്ങൾ ഫോൺ എടുക്കണം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാണ്. പിന്നീട് എനിക്ക് വിളി വരുന്നത് രാത്രി 9 മണിക്ക് മറ്റൊരു സുഹൃത്തിന്റെ വിളിയാണ്. അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നത്, നമ്മുടെ ജാബിർ ഇന്ന് ഇതാ ഒരു ആക്സിഡന്റിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നുവെന്നാണ്. സഹോദരങ്ങളെ, ബാക്കി പറയാൻ ജാബിർ നമ്മളെ കൂടെ ഉണ്ടായില്ല. സൗദിയിൽ നമുക്കറിയാം നമ്മുടെ രണ്ട് പ്രവർത്തകന്മാർ തീയിൽ വെന്ത് മരിക്കുകയുണ്ടായി. അവരും ഈ പ്രതിസന്ധിയുടെ അറ്റം കാണാൻ, അവസാനം കാണാൻ, ഇതെന്താകുമെന്ന് അറിയാൻ അവരും നമ്മോടൊപ്പം കാത്തിരുന്നില്ല. തസ്ലീം എന്ന് പറയുന്ന നമ്മുടെ വമ്പാടുള്ള ഒരു MSMന്റെ പ്രവർത്തകൻ നമ്മളോടൊപ്പം ഇന്നില്ല. അവൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ച് 10 വർഷത്തോളം ജീവിച്ച് അതാ ക്യാൻസറായി മരിച്ച ഒരു സഹോദരൻ, അവസാനം അദ്ദേഹത്തിന്റെ ജനാസ വല്ലാത്ത ഒരവസ്ഥയിൽ തമസ്കരിക്കപ്പെടുകയും ചെയ്ത വല്ലാത്ത ഒരു അവസ്ഥ. ആ സഹോദരനും ഇതെന്താകുമെന്നറിയാൻ നമ്മുടെ കൂടെ ഉണ്ടായില്ല സുഹൃത്തുക്കൾ.
സുഹൃത്തുക്കളെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ചെറുതും വലുതും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സഹോദര, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും പോകും. നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ ഹക്കും ബാത്തിലും മനസ്സിലാക്കിയിട്ടില്ല പഠിച്ചോനെ, ഇവിടെ പ്രശ്നമായിരുന്നു പഠിച്ചോനെ, അതുകൊണ്ട് ഞാനൊരു CD കൊടുക്കാൻ പോയിട്ടില്ല, ഈ ദീന് പ്രബോധനം ചെയ്യാൻ ഞാൻ പോയിട്ടില്ല എന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ നടക്കൂല സുഹൃത്തെ. അതുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുണ്ടാകുമ്പോൾ പഠിക്കുകയാണ് പരിഹാരം. എന്താണ് ഹക്കെന്ന് പഠിക്കുകയാണ് പരിഹാരം. എന്താ സംവിധാനമില്ലേ അതിന്? നിങ്ങളെ കാറിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സംവിധാനമില്ലേ? നിങ്ങളുടെ മൊബൈലിൽ സംവിധാനമില്ലേ? ആരാണ് നമുക്കതിന് തടസ്സം? ദുനിയാവ് മാത്രമാണ് തടസ്സം. പ്രവർത്തിക്കാനാവൂല, മര്യാദക്ക് ജീവിക്കാൻ നമ്മുടെ മനസ്സ് തോന്നുന്നില്ല. അപ്പോലെ ന്യായങ്ങളും ന്യായീകരണങ്ങളും പറയാ. എന്ത് ചെയ്യാ? തന്റെ മക്കളെയും കുട്ടികളെയും കൊണ്ട് അങ്ങനെ ജീവിച്ച് റൂമിൽ കൂടി അങ്ങനെ അങ്ങ് മരിച്ചു പോകാനാ വിചാരം. അപ്പൊ ആരെങ്കിലും ഒന്നും ദേവത്തിന് രംഗത്തില്ലേ എന്ന് പറയുമ്പോ അവരോടൊരു കാരണം പറയാൻ ഇപ്പൊ പ്രശ്നമില്ലേ എന്ന് പറയാ, എന്നിട്ട് അവരുടെ ജീവിതമായിട്ട് പോവുക. അതൊന്നും നടക്കൂല. അത് നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും വലിയ ഷർറുണ്ടാക്കും എന്ന ആ ഒരു പ്രശ്നം നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ അടിയന്തിരമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിലേക്ക് സൂചിപ്പിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾ ഓർത്തുവെച്ചോളൂ, അത് നെല്ലും പതിരും വേർതിരിച്ച ഒരു പ്രസ്ഥാനമാണ്. സത്യവും അസത്യവും വേർതിരിച്ച സമൂഹത്തെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ്. ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട ഒരാളും ഒരിക്കലും തന്നെ അസ്വസ്ഥതകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം കൊണ്ട് അതിന് സദസ്സുകളിൽ നിന്ന് എഴുന്നേറ്റ് പോകാറില്ല. വ്യക്തമായിട്ടാണ് എഴുന്നേറ്റ് പോകാറുള്ളത്. എന്താണ് വിശ്വാസം, എന്താണ് എന്റെ വിശ്വാസം എന്ന് കൃത്യമായി സമൂഹത്തിൽ വേർതിരിച്ച് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും ഉള്ളതെല്ലാം വിശ്വാസങ്ങളാണ്. വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളുടെയും പിൻബലമില്ലാത്തതെല്ലാം അന്ധവിശ്വാസങ്ങളുമാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം, അതുകൊണ്ട് സലഫി പ്രസ്ഥാനം പ്രമാണങ്ങളുടെ പിൻബലമുള്ള ഏതൊരു വിശ്വാസമുണ്ടോ, ഏതൊരു ആചാരമുണ്ടോ, ഏതൊരു അനുഷ്ഠാനമുണ്ടോ, ഏതൊരു സംസ്കാരമുണ്ടോ അതിനെ ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. ചോര കൊടുത്ത് നിലനിർത്താൻ യാതൊരു പ്രയാസവും ഇല്ല. അതിന് തയ്യാറായ ഒരു സമൂഹമാണ് സലഫി സമൂഹം, മുജാഹിദ് സമൂഹം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രമാണത്തിൽ ഉള്ളതേ ഉണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇല്ലാത്തത് ആരെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതില്ല എന്ന് പറയാനുള്ള ആർജവത്വവും നമ്മൾ കാണിക്കും. പക്ഷേ രണ്ടാരോപണങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പ്രമാണത്തിലില്ലാത്തത് ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ഭാഗത്ത് മതത്തെ കറ്റവരാണ്, മതത്തെ വെട്ടിക്കുറച്ചവരാണ്, കുനൂത്തിയില്ല എന്ന് പറഞ്ഞവരാണ്, കൂട്ടുപ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞവരാണ്, അതുപോലെ തറാവീഹിന്റെ റക്അത്ത് ചുരുക്കിയവരാണ്, മതത്തെ പൊളിച്ചവരാണ് എന്നൊരു ഭാഗത്ത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിലുള്ളത്, ഖുർആനിലും സുന്നത്തിലുമുള്ളത് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ മറുവിഭാഗം ആരോപിക്കുന്നത് ഇവർ അന്ധവിശ്വാസത്തിലേക്ക് പോയി, നവയാഥാസ്ഥികത്വത്തിലേക്ക് പോയി എന്നാണ്. ഈ രണ്ടാരോപണവും കേൾക്കുന്ന മൂന്നാം കക്ഷിക്ക് എന്ത് മനസ്സിലാകുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അവർ പ്രമാണത്തിലുള്ളതുണ്ടെന്ന് പറയുന്നു, ഇല്ലാത്തതില്ല എന്ന് പറയുന്നു. അവർ വസ്തുതയിൽ സത്യത്തോടൊപ്പമാണ് മുന്നോട്ട് പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ അല്ലാഹ് നിങ്ങൾ സൂക്ഷിക്കണം. കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം നിൽക്കണം. ഞാൻ ആരോടൊപ്പം നിൽക്കണം? പണ്ഡിതന്മാരോടൊപ്പമല്ല, നേതാക്കന്മാരോടൊപ്പമല്ല, പ്രഭാഷകന്മാരോടൊപ്പമല്ല, സംഘാടകരോടൊപ്പമല്ല, തനിക്ക് ജോലി വാങ്ങിത്തന്ന ആളുകളോടൊപ്പമല്ല, തനിക്ക് ജോലിക്ക് വേണ്ടി ഫോൺ ചെയ്ത് കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞവരോടൊപ്പമല്ല, നമുക്ക് ഭൗതികമായ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ തന്നവരോടൊപ്പമല്ല, സത്യത്തോടൊപ്പം, സത്യത്തോടൊപ്പം, നീതിയോടൊപ്പം, ഖുർആനിനോടൊപ്പം, അതോടൊപ്പം ഹദീസിനോടൊപ്പം, ആ സത്യത്തോടൊപ്പം നിൽക്കണം. എന്തിനാണ്? നാളെ ഖബറിൽ രക്ഷപ്പെടാൻ. അല്ലെങ്കിൽ ഖബറിൽ സുഹൃത്തുക്കളെ ഈ ജോലി ഉണ്ടാവൂല, ഈ ശമ്പളം ഉണ്ടാവൂല, നമ്മൾ ഒരിക്കലും നമുക്കിവിടെ ആൾക്കാർ തന്നൊന്നും ഖബറിൽ ഉണ്ടാവൂല. അവിടെ തന്റെ സത്യസന്ധത മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു വീണ്ടും വിചാരത്തിന് നമ്മൾ തയ്യാറാവുക, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക. ഇനി തുടർന്നു വരുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക, തുടർന്നു വരുന്ന പ്രബോധന പരിപാടികളിൽ സജീവമായി നമ്മൾ രംഗത്തുണ്ടാവുക. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു സമാപന സമ്മേളനം ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു പ്രവർത്തനത്തിന്റെ തുടക്കമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഈ കുവൈത്തിൽ ആദ്യമായി വരാനും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്ന ഔക്കാഫിനും അതുപോലെ തന്നെ അതിനുവേണ്ടി എല്ലാ ഫോളോ അപ്പ് പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ചെയ്ത ബഹുമാനായ PN അബ്ദുൽ ലത്തീഫ് മദനിക്കും മറ്റു സംഘാടകർക്കുമൊക്കെ എന്റെ അഗൈതവുമായ നന്ദിയും അതോടൊപ്പം അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ശാന്തമായി ഈ സംസാരം കേട്ടുനിന്ന ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും പടച്ചതമ്പുരാന്റെ നിഅമത്തും ബർക്കത്തും അല്ലാഹു നമ്മളിൽ ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. നാളെ പരലോകത്ത്
സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തോടൊപ്പം നിൽക്കാൻ, അസത്യം അസത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ കൈവെടിയുവാനുള്ള ഒരു ആർജവം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കടിഞ്ഞെരിളയണമേ പഠിച്ച തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.